ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4-year ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് കേരളം അപ് ടു 12th century CE എന്നുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് കേരളം ഡ്യൂറിങ് ദ ഏർലി ഹിസ്റ്റോറിക് പീരീഡ് 300 BC to 500 CE. The early historic period of Kerala, spanning from 300 BC to 500 CE, marks a significant era in region's history characterized by remarkable socio-political, economic and cultural transformations. This chapter delves into Kerala's past during these centuries, exploring the factors that shaped its development and the legacy it left behind. During this period, Kerala emerged as a vibrant part of the broader South Indian cultural and trade networks. The region witnessed the rise of chieftains and small kingdoms, each contributing to the mosaic of Kerala's political landscape. These polities played crucial roles in establishing maritime and inland trade routes that connected Kerala with distant lands, fostering economic prosperity and cultural exchanges. കേരളത്തിൻ്റെ ആദ്യകാല ചരിത്ര കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 300 മുതൽ CE 500 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമാണ്. ഇത് ശ്രദ്ധേയമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക പരിവർത്തനങ്ങളുടെ കാലഘട്ടമാണ്. ഈ നൂറ്റാണ്ടുകളിലുള്ള കേരളത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് വെളിച്ചം വീശുന്ന അധ്യായമാണിത്. കേരളത്തിൻ്റെ വികസനത്തെയും ഈ കാലഘട്ടത്തിൽ അവശേഷിപ്പിച്ച പൈതൃകത്തെയും രൂപപ്പെടുത്തിയ ഘടകങ്ങളെ പരിവേഷണം ചെയ്യുന്നതാണ് ഈ ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാലഘട്ടത്തിൽ വിശാലമായ ദക്ഷിണേന്ത്യൻ സാംസ്കാരിക വ്യാപാര ശൃംഖലകളുടെ ഊർജ്ജസ്വലമായ ഒരു കേരളമായിരുന്നു അന്നുണ്ടായിരുന്നത്. പ്രഭുക്കന്മാരുടെയും ചെറിയ രാജ്യങ്ങളുടെയും ഉദയത്തിന് ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചു. ഈ പ്രഭുക്കന്മാരും ചെറിയ രാജ്യങ്ങളുമെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിക്ക് ധാരാളം സംഭാവനകൾ നൽകി. കേരളത്തെ വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സമുദ്ര ഉൾനാടൻ വ്യാപാര റൂട്ടുകൾ സ്ഥാപിക്കുന്നതിൽ ഈ രാഷ്ട്രീയങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചു. The maritime trade, particularly with the Roman Empire and Mediterranean regions, brought an influx of wealth, foreign goods and ideas into Kerala. Ports such as Muziris became bustling hubs of commerce, attracting merchants from across the early world. The significance of these trade relations is underscored by the discovery of numerous artifacts, including Roman coins, pottery and other luxury goods in archaeological sites across Kerala. In tandem with the economic growth, the early historic period saw the evolution of social structures and cultural practices in Kerala. Through an examination of archaeological evidence, literary sources and foreign accounts, this chapter aims to provide an understanding of Kerala during the early historical period, tracing the interconnectedness of trade, politics, society and culture. It offers insights into the dynamic and multifaceted history of this fascinating region. സമുദ്ര വ്യാപാരം, പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യം, മെഡിറ്ററേനിയൻ സാമ്രാജ്യം എന്നിവയുമുള്ള സമ്പത്തിൻ്റെയും വിദേശ വസ്തുക്കളുടെയും ആശയങ്ങളുടെയും വിനിമയം ഇത് കേരളത്തിലെ സാംസ്കാരികമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. മുസ്ലിംസ് പോലുള്ള തുറമുഖങ്ങൾ വാണിജ്യത്തിൻ്റെ തിരക്കേറിയ കേന്ദ്രങ്ങളായിട്ട് മാറുന്നുണ്ട്. ആദ്യകാലത്ത് ലോകമെമ്പാടുമുള്ള വ്യാപാരികളെ ആകർഷിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലുടനീളമുള്ള പുരാവസ്തു കേന്ദ്രങ്ങളിൽ നിന്ന് റോമൻ നാണയങ്ങൾ, മൺപാത്രങ്ങൾ, മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിങ്ങനെ നിരവധി വിദേശ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വിദേശ വ്യാപാരത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു പുരാതന കേരളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യകാല ചരിത്ര കാലഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹിക ഘടനകളുടെയും സാംസ്കാരിക സമ്പ്രദായങ്ങളുടെയും പരിണാമം കാണാൻ പറ്റുന്നുണ്ട്. പുരാവസ്തു തെളിവുകൾ, സാഹിത്യ സ്രോതസ്സുകൾ, വിദേശ വിവരണങ്ങൾ എന്നിവയുടെ പരിശോധനയിലൂടെ ആദ്യകാല ചരിത്ര കാലഘട്ടത്തിലെ കേരളത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടാൻ ഈ അധ്യായം സഹായിക്കുന്നുണ്ട്. വ്യാപാരം, രാഷ്ട്രീയം, സമൂഹം, സംസ്കാരം എന്നിവയുടെ പരസ്പര ബന്ധം ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും.
ഈ കൗതുകകരമായ പ്രദേശത്തിൻ്റെ ചലനാത്മകവും ബഹുമുഖവുമായ ചരിത്രത്തിലേക്കുള്ള ഉൾക്കാഴ്ചകൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് ദർശിക്കാൻ പറ്റും. ദ ഡോൺ ഓഫ് ഹിസ്റ്ററി in Tamilagam and peninsular India is generally characterized by the circulation of elements of the black and red ware and the use of various iron artifacts commonly associated with the megalithic culture, which we have already studied in the previous chapter. A particularly significant category of sources on the early historical period in early Tamil literature, which we will explore in detail below. ഉപദ്വീപീയ ഇന്ത്യയുടെ പ്രത്യേകിച്ച് തമിഴകത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സവിശേഷതയുള്ളതാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് വെയറിൻ്റെ ഉപയോഗം മെഗാലിത്തിക് സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ഇരുമ്പ് കലകളുടെ ഉപയോഗം അത് മെഗാലിത്തിക് കൾച്ചറിൽ നമ്മൾ കണ്ടതാണ്. ആദ്യകാല ചരിത്ര കാലഘട്ടത്തിലെ സ്രോതസ്സുകളുടെ ഒരു പ്രത്യേക വിഭാഗം ആദ്യകാല തമിഴ് സാഹിത്യങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാമോദരൻ പിള്ളൈ ആൻഡ് U.V. Swaminatha Iyer were responsible for the discovery of early Tamil literature towards the end of 19th century. The earliest Tamil poems that have survived include the Ettuthogai and Patthupattu, consisting of 2,381 poems by 473 poets and 102 anonymous poems. Together, they are called Padinan Melkanakku, a work on grammar and poetic techniques called Tolkappiyam, and 18 minor works called Padinan Kizhkanakku, which were somewhat later than the other writings have also survived. Two epics, Silappatikaram and Manimegale, are also treated as part of this literature. ദാമോദരൻ പിള്ള, U.V. സ്വാമിനാഥ അയ്യർ എന്നിവർ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആദ്യകാല തമിഴ് സാഹിത്യത്തിൻ്റെ കണ്ടെത്തലിന് നേതൃത്വം നൽകി. 473 കവികളുടെ 2381 കവിതകളും 102 അജ്ഞാത കവിതകളും അടങ്ങുന്ന എട്ടുതൊകൈ, പത്തുപാട്ട് എന്നിവയെല്ലാം തന്നെ നിലനിൽക്കുന്ന ആദ്യകാല തമിഴ് കവിതകളിൽ ഉൾപ്പെടുന്നതാണ്. ഇവയെ ഒന്നിച്ചാണ് പതിനൻ മേൽക്കണക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യാകരണത്തെയും കാവ്യാത്മക സങ്കേതങ്ങളെയും കുറിച്ചുള്ള തൊൽക്കാപ്പിയം എന്ന കൃതിയും 18 ചെറുകൃതികൾ അഥവാ 11 കീഴ്ക്കണക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അവ മറ്റു രചനകളേക്കാൾ അല്പം വൈകിയാണ് നിലവിൽ വന്നത്. 2 ഇതിഹാസങ്ങളായിട്ടുള്ള ചിലപ്പതികാരം, മണിമേഖല എന്നിവയും ഈ സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. The corpus of this literature was designated as Sangam poetry by early scholars. According to tradition, Sangam was an assembly or academy of scholars or poets. Their Sangams existed as per the tradition. Only the works of the third Sangam at Madurai survived. In the medieval period, the scholars who prepared glossaries and commentary to these works called it Chandror Cheyal or the poetry of noble ones. K. Kailasapati says the title Sangam poetry is a misnomer. He calls his literature bardic poetry. George Hart modifies this view of treating early Tamil literature as part of an oral tradition and suggests that the megalithic oral poetry preceded the early Tamil literature. ആദ്യകാല പണ്ഡിതന്മാർ ഈ സാഹിത്യത്തെ എല്ലാം സംഘം കവിതകൾ എന്നാണ് വിളിച്ചത്. പാരമ്പര്യമനുസരിച്ച് സംഘം പണ്ഡിതന്മാരുടെയോ കവികളുടെയോ ഒരു സമ്മേളനമോ അക്കാദമിയോ ആയിരുന്നു സംഘം എന്ന് പറഞ്ഞാൽ. പാരമ്പര്യമനുസരിച്ച് 3 സംഘങ്ങളുണ്ടായിരുന്നു. മധുരയിലെ 3ാം സംഘത്തിൻ്റെ കൃതികൾ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ഈ കൃതികൾക്ക് ഗ്ലോസറികളും വ്യാഖ്യാനങ്ങളും തയ്യാറാക്കിയ പണ്ഡിതന്മാർ അതിനെ ചൻറോർ ചെയ്യൂൽ അല്ലെങ്കിൽ ശ്രേഷ്ഠരുടെ കവിത എന്ന് വിശേഷിപ്പിച്ചു. സംഘകവിത എന്ന തലക്കെട്ട് തെറ്റായ പേരാണെന്ന് കൈലാസപതി അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം ഈ സാഹിത്യത്തെ ബർഡിക് കവിത എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നുണ്ട്, ബാഡിക് കവിത എന്ന് വിശേഷിക്കുന്നുണ്ട്. ആദ്യകാല തമിഴ് സാഹിത്യത്തെ വാമൊഴി പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന ഈ വീക്ഷണത്തെ ജോർജ് ഹാർട്ട് പരിഷ്കരിക്കുകയും മെഗാലിത്തിക് വാമൊഴി കവിത ആദ്യകാല തമിഴ് സാഹിത്യത്തിന് മുമ്പുള്ളതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചാലഞ്ചസ് ഓഫ് യൂസിങ് ഏർലി തമിഴ് ലിറ്ററേച്ചർ ആസ് സോഴ്സ് മെറ്റീരിയൽ. തമിഴ് സാഹിത്യം, അതായത് ആദ്യകാല തമിഴ് സാഹിത്യം സോഴ്സ് മെറ്റീരിയലായി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന
വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ദ ഫോളോയിങ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏർലി തമിഴ് ലിറ്ററേച്ചർ ആസ് സോഴ്സ് മെറ്റീരിയൽ. കൺഫ്യൂസ്ഡ് chronology. The exact dates and timelines of the works are unclear. Heroic poems. Since much of the literature consists of heroic poems, it offers a limited insight into contemporary society. Oral compositions. These works were originally oral, marked by formulaic diction, stylized expression, and the use of symbols with a mythical meaning. ആശയക്കുഴപ്പത്തിലായിട്ടുള്ള കാലഗണനയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കൃതികളുടെ കൃത്യമായ തീയതികളും സമയക്രമവും വ്യക്തമല്ല എന്നുള്ളത്. രണ്ടാമത്തത് വീരകവിതകളാണ്. സാഹിത്യത്തിൻ്റെ ഭൂരിഭാഗവും വീരകവിതകൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അത് സമകാലിക സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നില്ല. നെക്സ്റ്റ്, വാക്കാലുള്ള കോമ്പോസിഷനുകളാണ്. ഈ കൃതികൾ യഥാർത്ഥത്തിൽ വാമൊഴിയായിട്ട് പകർന്നു വന്നതായതുകൊണ്ട് തന്നെ അതിൽ അപാകതകൾ കടന്നുകൂടാൻ സാധ്യത കൂടുതലാണ്. ഇനി പീരീഡ് ഓഫ് ഏർലി ലിറ്ററേച്ചർ. The chronology of early Tamil literature is inconsistent. Scholars believe that the works not created at the same time of Sangam, which is traditionally believed to have collected and organized these poems. Each work has 4 time period: the original text, the commentary, the introductory verses, and closing notes. The dates of early Tamil literature range from 3rd century BC to 5th century CE. Kamil Zwebil says that this literature is a collection of poems organized into anthologies much later. He dates the earliest Tamil literature from 100 BC to 250 CE and believes most of these texts were compiled into anthologies in the mid 8th century or later. He stresses that the final organization of the poems happened long after they were originally written. The concise language in early Tamil literature shows the standardized and conventional nature of early bardic poetry, which often use common formulas. ആദ്യകാല തമിഴ് സാഹിത്യത്തിൻ്റെ കാലഗണന കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റിയിട്ടില്ല. ഈ കൃതികൾ സംഘത്തിൻ്റെ അതേ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ പരമ്പരാഗതമായി ഈ കവിതകൾ ശേഖരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഓരോ കൃതിക്കും 4 കാലഘട്ടങ്ങളുണ്ട്. മൂലഗ്രന്ഥം, വ്യാഖ്യാനം, ആമുഖ വ്യാഖ്യാനം, സമാപനക്കുറിപ്പ്, ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യകാല തമിഴ് സാഹിത്യത്തിൻ്റെ തീയതികൾ BC 3-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെയാണ്. കാമിൽ സുലേബിൻ പറയുന്നു, ഈ സാഹിത്യം പിന്നീട് സമാഹാരമായി സംഘടിപ്പിച്ച കവിതകളുടെ സമാഹാരമാണ്. 100 CE മുതൽ 250 CE വരെയാണ് ആദ്യകാല തമിഴ് സാഹിത്യത്തിൻ്റെ കാലഘട്ടം എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും 8-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലോ അതിനുശേഷമോ ഉള്ള സമാഹാരമായിട്ട് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ കവിതകളുടെ അവസാനമുള്ള സംഘടിപ്പിക്കൽ യഥാർത്ഥത്തിൽ എഴുതിയതിനു ശേഷം വളരെ കാലം കഴിഞ്ഞിട്ടാണ് നടന്നതെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാല തമിഴ് സാഹിത്യത്തിലെ സ്ഥിരതയുള്ള ഭാഷ, ആദ്യകാല ബാഡി കവിതകളുടെ നിലവാരവും പരമ്പരാഗത സ്വഭാവവും കാണിക്കുന്നുണ്ട്. അത് പലപ്പോഴും പൊതുവായ സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കുന്നവയായിരുന്നു. സ്വാമിക്കണ്ണു പിള്ളൈ dates the earliest Tamil poetry to the 7th to 8th century CE. G.K. Shesha Iyer believes most early Tamil literature was created around 2nd century CE. S. Vayyapuri Pillai and K.A. Neelakanta Shastri argue that most early Tamil literature was composed between 100 to 250 CE. They date this literature before 3rd century CE for 2 reasons. The earliest parts of Tamil literature are pre-Pallava, which means before the 3rd century CE. Early Tamil texts mention the Greco-Roman trade, including Yavanas, their ships, gold coins, and Yavana wine. Rajan Gurukul says that early Tamil literature was not written during the Sangam age, but was compiled into anthologies 3 to 4 centuries later. സ്വാമിക്കണ്ണു പിള്ളയുടെ അഭിപ്രായത്തിൽ ആദ്യകാല തമിഴ് കവിത CE 7 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ്. G.K. ശേഷ അയ്യർ വിശ്വസിക്കുന്നത് ആദ്യകാല തമിഴ് സാഹിത്യം സൃഷ്ടിക്കപ്പെട്ടത് CE 2-ാം നൂറ്റാണ്ടിലാണ്. S. വയ്യാപുരി പിള്ളை, K.A.
നീലകണ്ഠ ശാസ്ത്രി എന്നിവരുടെ അഭിപ്രായത്തിൽ തമിഴ് സാഹിത്യങ്ങൾ കമ്പോസ് ചെയ്യപ്പെട്ടത് 100 മുതൽ 250 CE വരെയുള്ള കാലഘട്ടത്തിലാണ്. രണ്ട് കാരണങ്ങളാൽ അവർ ഈ സാഹിത്യം CE 3-ാം നൂറ്റാണ്ടിന് മുമ്പാണെന്ന് കണക്കാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം തമിഴ് സാഹിത്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പല്ലവത്തിന് മുമ്പുള്ളതാണ്, അതായത് CE 3-ാം നൂറ്റാണ്ടിന് മുമ്പാണ്. രണ്ടാമത്തെ കാരണം ആദ്യകാല തമിഴ് ഗ്രന്ഥങ്ങൾ യവനന്മാർ, ഗ്രീക്കുകാർ, റോമക്കാർ അവരുടെ കപ്പലുകൾ, സ്വർണ്ണ നാണയങ്ങൾ, യവന വീഞ്ഞ് എന്നിവ ഉൾപ്പെടെയുള്ള ഗ്രീക്കോ റോമൻ വ്യാപാരത്തെക്കുറിച്ച് പറയുന്നു. ആദ്യകാല തമിഴ് സാഹിത്യങ്ങൾ സംഘകാലത്ത് എഴുതപ്പെട്ടതല്ലെന്നും 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സമാഹരിച്ചതെന്നും രാജഗുരുക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി അകം ആൻഡ് പുറം പോയട്രി. The anthologies consist of poems divided into two broad categories, Agam and Puram. Tolkappiyam divides all poetry or human emotions into these two categories. In Tamil literary works, Agam generally refers to love poetry, while Puram refers to heroic poetry. S.K. Iyengar translates Agam and Puram as erotic and heroic respectively. Agam might also be inside the house and Puram outside the house, indicating the subjects relating to these realms. അകം അഥവാ അന്തർഭാഗം, പുറം അഥവാ പുറം എന്നിങ്ങനെ രണ്ട് വിശാലമായ വിഭാഗങ്ങളായിട്ട് കവിതകളെ തരംതിരിക്കുന്നുണ്ട്. തൊൽക്കാപ്യം എല്ലാ കവിതകളെയും മാനുഷിക വികാരങ്ങളെയും ഈ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. തമിഴ് സാഹിത്യകൃതികൾ അകം പൊതുവെ പ്രണയ കവിതയെ സൂചിപ്പിക്കുന്നു, അതേസമയം പുറം എന്നുള്ളത് വീരകവിതകളെ സൂചിപ്പിക്കുന്നുണ്ട്. എസ് കെ അയ്യങ്കാർ അകം പുറം എന്നിങ്ങനെയുള്ള തരംതിരിവിനെ ശൃംഗാരമെന്നും വീരവാദമെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അകം എന്നാൽ വീടുകൾക്കുള്ളിലെന്നും പുറം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്ത് എന്നുമാണ് അർത്ഥമാക്കുന്നത്. There are two opposing views regarding the influence of Sanskrit or Northern ideas on early Tamil literature. A few scholars argue for Sanskrit dominance in early Tamil literature. In contrast, other scholars emphasize the pre-Sanskrit tradition in South, arguing that early Tamil literature is entirely original and distinct from Sanskrit metrics. They propose that both early Tamil and Prakrit poetry are refined developments of a common pre-Aryan oral tradition that flourished in the first millennium BC in the Deccan, the meeting ground of northern and southern cultures. ആദ്യകാല തമിഴ് സാഹിത്യത്തെക്കുറിച്ച് സംസ്കൃത അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ആശയങ്ങളെക്കുറിച്ച് രണ്ട് വിരുദ്ധ വീക്ഷണങ്ങളുണ്ട്. ആദ്യകാല തമിഴ് സാഹിത്യത്തിൽ സംസ്കൃതത്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. ഇതിന് വിപരീതമായി മറ്റു പണ്ഡിതന്മാർ ദക്ഷിണേന്ത്യയിലെ സംസ്കൃതത്തിന് മുമ്പുള്ള പാരമ്പര്യത്തെ ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാല തമിഴ് സാഹിത്യം പൂർണ്ണമായും മൗലികവും സംസ്കൃത അളവുകോലുകളിൽ നിന്ന് വ്യത്യസ്തവുമാണെന്ന് വാദിക്കുന്നുണ്ട്. സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ ഡെക്കാനിൽ BC 1-ാം സഹസ്രാബ്ദത്തിൽ തഴച്ചു വളർന്ന ആര്യ പുരാതന വാമൊഴി പാരമ്പര്യത്തിൻ്റെ പരിഷ്കൃതമായ സംഭവ വികാസമാണ് സംഘം ലിറ്ററേച്ചർ എന്ന് ഇവർ വാദിക്കുന്നുണ്ട്. ഇനി എന്താണ് പതിറ്റുപത്ത് നോക്കാം. പതിറ്റുപത്ത് മീനിങ് the 10 tenths is a collection of panegyric poems consisting of 10 sections or decades and 10 poems. It narrates the deeds and glory of 10 Chera rulers in a historical sequence. However, the first and 10th decades are lost, so the available anthology contains 8 decades or 18 poems. It is suggested that these poems draw from common but unknown sources. The Paditupatha primarily focuses on the exploit and achievements of Chera kings. പത്ത് വിഭാഗങ്ങളും 100 കവിതകളും അടങ്ങുന്ന കവിതകളുടെ സമാഹാരമാണ് പതിറ്റുപത്ത്.
10 ചേര ഭരണാധികാരികളുടെ പ്രവൃത്തികളും മഹത്വവും ഒരു ചരിത്ര പരമ്പരയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് പതിറ്റുപത്ത് എന്ന് പറഞ്ഞത്. പതിറ്റുപത്ത് എന്നാൽ എന്നിരുന്നാലും ആദ്യത്തെയും 10-ാം ദശകവും നഷ്ടപ്പെട്ടതുകൊണ്ട് ലഭ്യമായ സമാഹാരത്തിൽ 8 ദശകങ്ങളോ 80 കവിതകളോ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കവിതകൾ പൊതുവായതും എന്നാൽ അജ്ഞാതവുമായ ഉറവിടങ്ങളിൽ നിന്ന് വരച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ചേര രാജാക്കന്മാരുടെ നേട്ടങ്ങളിലെയും കോട്ടങ്ങളെയും കുറിച്ചാണ് പതിറ്റുപതിൽ പറയുന്നത്. ദ ഹീറോ ഓഫ് ദ ഫസ്റ്റ് ഡീക്കേഡ് ഈസ് പെരുഞ്ചോട്ടുതിയൻ ചേരലാതൻ ആസ് എവിഡൻസ്ഡ് ബൈ ദ colophon of the second decade. The underlying harmony and unity of poems are so remarkable that some scholars dub the traditional view that attributes the 8 decades to 8 different poets. Instead, some suggest a single author for the entire work based on stylistic grounds. But K. Kailaspati explained that figuring out who created oral literature is tricky. This is because oral literature uses a very standard language, making it hard to identify the author by their style. In oral poetry, the individual poet's style is not very important. 1-ാം ദശകത്തിലെ പെരുഞ്ചോട്ടുതിയൻ ചേരലാതനാണ് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഹീറോ എന്ന് പറഞ്ഞാൽ. കവിതകളുടെ അന്തർലീനമായ യോജിപ്പും ഐക്യവും വളരെ ശ്രദ്ധേയമാണ്. 8 വ്യത്യസ്ത കവികൾക്ക് 8 ദശാബ്ദങ്ങൾ ആരോപിക്കുന്ന പരമ്പരാഗത വീക്ഷണത്തെ ചില പണ്ഡിതന്മാർ സംശയിക്കുന്നുണ്ട്. പകരം ചില ശൈലീപരമായ അടിസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി മുഴുവൻ സൃഷ്ടികൾക്കും ഒരൊറ്റ രചയിതാവിനെ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ വാമൊഴി സാഹിത്യം സൃഷ്ടിച്ചത് ആരാണെന്ന് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് കൈലാസപതി അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം വാമൊഴി സാഹിത്യം വളരെ നിലവാരമുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ശൈലി ഉപയോഗിച്ച് രചയിതാവിനെ തിരിച്ചറിയാൻ പ്രയാസമാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. 10ഓളം രാജാക്കന്മാരും ആ ഒരു കവിത എഴുതിയ കവികളെയാണ് പറയുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി എന്താണ് അകനാനൂറ് എന്ന് നോക്കാം. ഇറ്റ്സ് ആൻ ആന്തോളജി ഓഫ് 400 സോങ്സ് അക്കോർഡിംഗ് ടു കെ കൈലാസപതി. It contains 288 historical references. It is also called Nedundogai Nanooru, meaning the anthology of 400 long ones, and Agappattu, meaning the love songs. It includes an introductory stanza or Shiva by Perundevanar. The number of verses in a stanza ranges from 13 to 31. The anthology was directed by the Pandyan king Ukkira Peruvaludi and compiled by Uruttirachanman. The stanzas are arranged in a unique pattern. Stanzas with odd numbers belong to Palai and make up half of the anthology. Poems numbered 2, 8, 12, 18, 22, 28 and so on belonging to Kurinji. Poems numbered 4, 14, 24, 34 etc. belong to Mullai. Poems numbered 6, 16, 26, 36 etc. belongs to Marudam. All stanzas with numbers that are multiplies of 10 belong to Neithal. This arrangement is unique and is not found in Nattinai and Kurundogai. S. Vijayapuri Pillai believes this scheme shows that Agananur was compiled later than Nattinai and Kurundogai. Historically, Agananur is one of the most valuable collections. It mentions the Nandas and Mauryas as well as Yavana ships loaded with gold anchoring in the river Chulli and returning with a pepper. 400 ഗാനങ്ങളുടെ സമാഹാരമാണ് ഇത് അകനാനൂറ്. കൈലാസപതിയുടെ അഭിപ്രായത്തിൽ 288 ചരിത്ര പരാമർശങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. 400 നീളമുള്ള കവിതകളുടെ സമാഹാരം എന്നർത്ഥം വരുന്ന നെറ്റുന്തോഗൈ 400 എന്നും പ്രണയഗാനങ്ങൾ എന്നർത്ഥം വരുന്ന അകപ്പാട്ട് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്.
പെരുന്തേവനാർ രചിച്ച ശിവനെക്കുറിച്ചുള്ള ഒരു ആമുഖവാക്യം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഒരു ഖണ്ഡത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 13 മുതൽ 31 വരെയാണ്. പാണ്ഡ്യരാജാവായ ഉക്കിര പെരുവഴുത്തി സംവിധാനം ചെയ്ത ഈ സമാഹാരം ഉരുത്തിച്ചന്മാർ സമാഹരിച്ചതാണ്. സവിശേഷമായ പാറ്റേണിലാണ് ഇതിൻ്റെ ചരണങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒറ്റ സംഖ്യയുള്ള ചരണങ്ങൾ പാലയുടെയും ഇരട്ട സംഖ്യയുള്ള ചരണങ്ങളോട് കൂടിയ കവിതകൾ കുറിഞ്ചിയുടേതുമാണ്. 4, 14, 24, 34 എന്നിങ്ങനെയുള്ള അക്കങ്ങളടങ്ങിയ കവിതകൾ, ആ രീതിയിലുള്ള ചരണങ്ങളടങ്ങിയ കവിതകൾ മുല്ലയുടേതാണ്. 6, 16, 26, 36 എന്നീ രീതിയിലടങ്ങിയ ചരണങ്ങളടങ്ങിയ 40ഓളം ചരണങ്ങളടങ്ങിയ കവിതകൾ മരുതത്തിൻ്റേതാണ്. 10ൻ്റെ ഗുണിതങ്ങളായ സംഖ്യകളുള്ള എല്ലാ ചരണങ്ങളും നെയ്തലിൻ്റേതാണ്. അപ്പോൾ നറ്റിണയിലും കുറുന്തകയിലും കാണാത്ത രീതിയിലുള്ള ക്രമീകരണമാണ് ഇതിലുള്ളത്. നറ്റിണை, കുറുന്തകൈ എന്നിവയുടെയൊക്കെ ശേഷം സമാഹരിച്ചതാണ് അകനാനൂർ എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അകനാനൂർ എന്ന് എസ് വയ്യാകുരിപ്പിള്ളെ പറയുന്നുണ്ട്. ചരിത്രപരമായി അകനാനൂർ ഏറ്റവും മൂല്യവത്തായ ശേഖരങ്ങളിലൊന്നാണ്. അതിൽ നന്ദന്മാരും മൗര്യന്മാരും സ്വർണം നിറച്ച യവന കപ്പലുകളും ചുള്ളിയിൽ നങ്കൂരമുളകുമായി മടങ്ങുന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഇനി പുറനാനൂറിനെ കുറിച്ച് നോക്കാം. പുറനാനൂർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് early Tamil work. This is a collection of 400 poems that focus on themes of war, valor, and the lives of kings and warriors, contrasting with the love-focused Agananooru. These poems provide a valuable insight into the socio-political landscape, ethics, and cultural values of early Tamilagam society. The poets of Purananur were skilled in portraying the heroism and moral codes of warriors, as well as the grief and pride of those left behind. Several kings and chieftains are mentioned by name in these poems. Along with the Padittu Purananur is considered one of the most historically valuable works. The editors tried to group the poems by the king or chieftain praised in them and by themes. The anthology mentions 18 Chera kings, 13 Chola kings, 12 Pandya kings. The Chola king Karigalan and Chera king Kuttakko Neduncherladan are among the most prominent figures in the work. Additionally, 48 chieftains are praised in Purananur. 9 chieftains including Adiyan, Neduman Anji, Velibari, I. Andiran, Kari and Elini are notable as they are featured in more than 4 poems each. ആദ്യകാല തമിഴ് കൃതികളിൽപ്പെട്ട ഒന്നാണ് പുറനാനൂറ്. യുദ്ധം, വീര്യം, രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും ജീവിതം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള 400 കവിതകളുടെ സമാഹാരമാണിത്. പ്രണയ കേന്ദ്രീകൃതമായ അകനാനൂറിൽ നിന്ന് വ്യത്യസ്തമായി പുറം കാര്യങ്ങളാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. ആദ്യകാല തമിഴകം സമൂഹത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, ഭൂപ്രകൃതി, ധാർമ്മികത, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ കവിതകളിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്. പുറനാനൂറിലെ കവിതകൾ യോദ്ധാക്കളുടെ വീരത്വവും ധാർമ്മിക നിയമവും ചിത്രീകരിക്കുന്നുണ്ട്. ഒപ്പം ഉപേക്ഷിക്കപ്പെട്ടവരുടെ സങ്കടങ്ങളും അഭിമാനവും ചിത്രീകരിക്കുന്നുണ്ട്. ഈ കവിതകളിൽ നിരവധി രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും പരാമർശിക്കുന്നുണ്ട്. പതിറ്റുപത്തിനൊപ്പം ചരിത്രപരമായി ഏറ്റവും വിലപ്പെട്ട കൃതികളിലൊന്നായി പുറനാനൂറും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ രാജാവിൻ്റെയോ തലവൻ്റെയോ കവിതകളെ അവയിൽ പുകഴ്ത്തപ്പെടാനും തീമുകൾ അനുസരിച്ച് അതിനെ ഗ്രൂപ്പ് ചെയ്യാനും എഡിറ്റർമാർ ശ്രമിക്കുന്നുണ്ട്. 18 ചേര രാജാക്കന്മാരെയും 13 ചോള രാജാക്കന്മാരെയും 12 പാണ്ഡ്യ രാജാക്കന്മാരെയും പറ്റി പരാമർശിക്കുന്നുണ്ട്. ചേര രാജാവായ കരികാലനും നെടുഞ്ചേരിലാതനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പുറനാനൂറിൽ 48 പ്രമാണിമാരെ സ്തുതിക്കപ്പെടുന്നുണ്ട്. അദിയമൺ, നെറ്റുമൺ ആഞ്ചി, വേൽപാരി, ആയാന്തിരൻ, കാരി എഴുതുനി തുടങ്ങി 9 പ്രമാണിമാർ 4ലധികം കവിതകൾ വീതമുള്ളതുകൊണ്ട് 4ലധികം കവിതകളിലും പരാമർശിക്കപ്പെടുന്നതുകൊണ്ട് അവർ ശ്രദ്ധേയരാണ്. ഇനി നമുക്ക് തിണൈ കൺസെപ്റ്റിനെ കുറിച്ച് നോക്കാം. ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് തമിഴകം വാസ് വെങ്കടം ആൻഡ് സദേൺ ബൗണ്ടറി വാസ് കന്യാകുമാരി. In early Tamil literature, the concept of Tinai is sophisticated classification of the cultural and natural landscape which is
intricately tied to human emotions, activities, and social life. The early Tamil poets used this system to connect the environment with the human experiences, particularly in Agam and Puram poetry. The Thinai classification divides the landscape into 5 distinct regions, each associated with the specific themes, emotions, and activities. തമിഴകത്തിൻ്റെ വടക്കേ അതിർത്തി വെങ്കിടവും തെക്കേ അതിർത്തി കന്യാകുമാരിയുമായിരുന്നു. ആദ്യകാല തമിഴ് സാഹിത്യത്തിൽ തിണൈ എന്ന ആശയം സാംസ്കാരികവും പ്രകൃതിദത്തവുമായ ഭൂപ്രകൃതിയുടെ സങ്കീർണമായ വർഗീകരണമാണ്. അത് മനുഷ്യൻ്റെ വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, സാമൂഹിക ജീവിതം എന്നിവയുമായി സങ്കീർണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യകാല തമിഴ് കവികൾ പരിസ്ഥിതിയെ മനുഷ്യാനുഭവവുമായി ബന്ധിപ്പിക്കാൻ ഈ സംവിധാനം ഉപയോഗിച്ചു. പ്രത്യേകിച്ച് അകംപുറം കവിതകളിലാണ് ഈ ഒരു പരാമർശമുള്ളത്. തിണൈ വർഗീകരണം ഭൂപ്രകൃതിയെ 5 തരംതിരിക്കുന്നുണ്ട്. ഓരോന്നും നിർദ്ദിഷ്ട തീമുകൾ, വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. Early Tamil literature described the geography of Tamilagam through 5 distinct regions known as Thinais, Ainthinais. These are Kurinji, hilly backwoods, Palai, pastoral zone, Mullai, pastoral area, Marudam, wetland, Neidal, coastal area. The Palai was a seasonal change occurring in the Kurinji or Mullai regions. Thinai are not rigid divisions but reflect how people adapted to their environment. This concept encompasses the society, economy, and culture of early Tamilagam. ആദ്യകാല തമിഴ് സാഹിത്യം തമിഴകത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ 5 വ്യത്യസ്ത പ്രദേശങ്ങളായിട്ട് വിവരിക്കുന്നുണ്ട്. അവയെ തിണൈസ് എന്ന പേരിൽ അല്ലെങ്കിൽ ഐന്തിണൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കുറിഞ്ചി അത് കുന്നിൻപുറങ്ങളാണ്. പാലൈ ഉണങ്ങിയ മേഖലയാണ്. മുല്ലറി ഇടയ പ്രദേശമാണ്. മരുതം തണ്ണീർത്തടങ്ങളാണ്. നെയ്തൽ തീരപ്രദേശമാണ്. ഇപ്പോൾ കുറിഞ്ചി അല്ലെങ്കിൽ മുല്ലൈ മേഖലയിൽ കാലാനുസൃതമായി സംഭവിച്ച ഒരു മാറ്റമാണ് പാലൈ. തിണൈസ് കർശനമായ വിഭജനമല്ല, മറിച്ച് ആളുകൾ അവരുടെ പരിസ്ഥിതിയുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു എന്ന് പ്രതിഫലിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആശയം ആദ്യകാല തമിഴകത്തിൻ്റെ സമൂഹം, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം എന്നിവയെ ഉൾക്കൊള്ളുന്നതാണ്. ഇനി കുറിഞ്ചിയെക്കുറിച്ച് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ബൗണ്ടൈൻ റീജിയൻസ് ഓഫ് ആൻഷ്യന്റ് തമിഴകം ആൻഡ് ഈസ് ഡീപ്ലി ഇൻ്റർവിൻഡ് വിത്ത് തീംസ് ഓഫ് റൊമാൻറ്റിക് ലവ് ആൻഡ് secretive tryst. In this setting, the landscape is characterized by its hills, forests, and vibrant flora and fauna, including bamboo, sandalwood, and wild animals. Kurinji poetry often highlights the beauty and thrill of premarital love, with young lovers meeting in the seclusion of the hills. The environment of Kurinji is symbolic of excitement, passion, and adventurous spirit of youth. The poems vividly describe the natural scenery, creating an evocative backdrop for the intensive emotions of the lovers. Kurinji Pattu by Kabilar exemplifies this theme, illustrating the intricate connection between the natural landscape and human experiences. This Thinai offers rich insights into the socio-cultural and emotional fabric of early Tamil society, emphasizing the harmony between nature and human life. കുറിഞ്ചിയെക്കുറിച്ച് പറയുമ്പോൾ പ്രാചീന തമിഴകത്തിൻ്റെ പർവ്വത പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭൂമിശാസ്ത്ര വിഭാഗമാണ് കുറിഞ്ചി. ഇത് റൊമാൻറ്റിക് പ്രണയത്തിൻ്റെയും രഹസ്യശ്രമങ്ങളുടെയും പ്രമേയമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ക്രമീകരണത്തിൽ ലാൻഡ്സ്കേപ്പിൻ്റെ സവിശേഷത അതിൻ്റെ കുന്നുകളും വനങ്ങളും മുള, ചന്ദനം, വന്യമൃഗങ്ങൾ എന്നിവയുള്ള ജീവജാലങ്ങളും സസ്യജാലങ്ങളും അടങ്ങിയതാണ്. കുറിഞ്ചി കവിത പലപ്പോഴും വിവാഹത്തിന് മുമ്പുള്ള പ്രണയത്തിൻ്റെ സൗന്ദര്യവും ആവേശവും ഉയർത്തി കാണിക്കുന്നുണ്ട്. യുവപ്രേമികൾ കുന്നുകളുടെ ഏകാന്തതയിൽ കണ്ടുമുട്ടുന്നു. കുറിഞ്ചിയിലെ പരിസ്ഥിതി യുവത്വത്തിൻ്റെ ആവേശത്തിൻ്റെയും അഭിനിവേശത്തിൻ്റെയും സാഹസിക മനോഭാവത്തിൻ്റെയും പ്രതീകമാണ്. കവിതകൾ ഉജ്ജ്വലമായ പശ്ചാത്തലത്തെ വ്യക്തമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. കപിലരുടെ കുറിഞ്ചിപ്പാട്ട് പ്രകൃതി ദൃശ്യങ്ങളെ വ്യക്തമായിട്ട് വിവരിക്കുന്നതാണ്. പ്രകൃതിയും മനുഷ്യജീവിതവും തമ്മിലുള്ള യോജിപ്പിന് ഊന്നൽ നൽകുന്ന ആദ്യകാല തമിഴ് സമൂഹത്തിലെ പ്രകൃതിദത്ത ഭൂപ്രകൃതിയും മാനുഷികവും സാംസ്കാരികവും വൈകാരികവുമായ ഘടനയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെ ചിത്രീകരിക്കുന്നതാണ് കപിലരുടെ കവിത. കുറിഞ്ചി Strobilanthes kundiana is a species of stubbed vegetation that blooms once every 12 years.
This symbolizes a forest ecosystem with hills, slopes, streams, and tiny waterlands. Hunting, gathering, and shifting agriculture, mainly of millet varieties, were the main subsistence strategies. Kurinji was also known for pepper cultivation. The significant agricultural activity was slash and burn cultivation of millet on the hill slopes. Tubers, sugarcane, and peas were also cultivated. The inhabitants were Kuravar, Kanavar, and Vedar. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു കുറ്റിച്ചെടിയുടെ സസ്യമാണ് കുറിഞ്ചി. അതിൻ്റെ സ്ട്രോബിലാന്തസ് കുന്തിയാന ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ഈ ഒരു പേരിൽ നിന്നാണ് കുറിഞ്ചി എന്ന പേര് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. കുന്നുകൾ, ചെരിവുകൾ, അരുവികൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എന്നിവയുള്ള ഒരു വന ആവാസ വ്യവസ്ഥയാണ് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ. വേട്ടയാടൽ, ശേഖരിക്കൽ, കൃഷി, പ്രധാനമായും മില്ലറ്റ് ഇനങ്ങൾ കൃഷി ചെയ്യൽ, ഇതൊക്കെയാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ. കുരുമുളക് കൃഷിയും കുറിഞ്ചിയിൽ കാണപ്പെടുന്നുണ്ട്. കുന്നിൻ ചെരുവുകളിൽ മില്ലറ്റ് കൃഷി ഇറക്കലുണ്ടായിരുന്നു. പ്രധാന കാർഷിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവയായിരുന്നു. മാത്രമല്ല കിഴങ്ങുവർഗ്ഗങ്ങൾ, കരിമ്പ്, പയർ എന്നിവയും അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറവര്, കനവര്, വേടവര് എന്നിവരായിരുന്നു ഇവിടുത്തെ നിവാസികൾ. ഇനി പാലയിനെ കുറിച്ച് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ആരിഡ് ആൻഡ് ഡിസേർട്ട് ലൈക്ക് റീജിയൻസ് ഓഫ് ഏർലി തമിഴകം, സിംബലൈസിംഗ് ദ ഹാർഷ് and unforgiving aspects of life. This landscape is characterized by its desolate and sparse vegetation, embodying theme of hardship, separation, and survival. In Palay poetry, the arid environment often mirrors the struggles and obstacles faced by lovers and travelers, portraying their endurance and resilience amidst adversity. The harsh condition of the Palay region necessitate a life of constant movement and adaptation, with banditry and survival skills being common themes. The emotional landscape of Palay is one of longing, danger, and the poignant challenges of separation and reunion. This Tinai serves as metaphor for the inner turmoil and the external struggles of human existence, reflecting the profound connection between the natural world and human emotions in early Tamil literature. Through its vivid description and evocative imagery, Palay Tinai provides a window into the cultural and environmental realities of ancient Tamil society, emphasizing the endurance and fortitude required to navigate life's adversities. ആദ്യകാല തമിഴകത്തിൻ്റെ വരണ്ടതും മരുഭൂമി പോലുള്ളതുമായ പ്രദേശങ്ങളെയാണ് പാലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ജീവിതത്തിൻ്റെ കഠിനവും ക്ഷമിക്കാത്തതുമായ വശങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ ഭൂപ്രകൃതി അതിൻ്റെ വിജനവും വിരളവുമായ സസ്യജാലങ്ങളുടെ സവിശേഷതയാണ്. അതായത് ഈ ഭൂപ്രകൃതിയിൽ കുറഞ്ഞ സസ്യജാലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബുദ്ധിമുട്ടുകൾ, വേർപിരിയൽ, അതിജീവനം എന്നിവയുടെ പ്രമേയങ്ങളാണ് ഇതുകൊണ്ട് ഉൾക്കൊള്ളുന്നത്. പാലയെക്കുറിച്ചുള്ള കവിതകൾ വരണ്ട ചുറ്റുപാടുകൾ, പലപ്പോഴും പ്രണയിതാക്കളും യാത്രികരും അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളെയും കുറിച്ച് കാണിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും അവരുടെ സഹിഷ്ണുതയും സഹവർത്തിത്വവും അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. പാലായ് മേഖലയിലെ കഠിനമായ അവസ്ഥകൾക്ക് നിരന്തരമായ ചലനത്തിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും ജീവിതം ആവശ്യമാണ്. അതിജീവന കഴിവുകളും ഇതിലെ തീമുകളാണ്. പാലയുടെ വൈകാരിക ഭൂപ്രകൃതി വിരഹവും അപകടവും വേർപിരിയലിൻ്റെയും കൂടിച്ചേരലിൻ്റെയും കടുത്ത വെല്ലുവിളിയെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. ആദ്യകാല തമിഴ് സാഹിത്യത്തിലെ ഭൂപ്രകൃതി ലോകവും മനുഷ്യവികാരങ്ങളും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ആന്തരിക പ്രക്ഷുബ്ധതയുടെയും മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെയും ബാഹ്യ പോരാട്ടങ്ങളുടെയും ഒരു രൂപമായിട്ട് ഈ തിണയെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉജ്ജ്വലമായ വിവരണങ്ങളിലൂടെയും ഉണർത്തുന്ന ചിത്രീകരണങ്ങളിലൂടെയും പാല എന്ന തിണ പ്രാചീന തമിഴ് സമൂഹത്തിൻ്റെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു ജാലകം തുറക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നാവിഗേറ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം, അതിനുള്ള ധൈര്യം നൽകുന്ന രീതിയിലുള്ള കവിതകളാണ് പാലയിലെ കവിതകൾ. പാലൈ ആൾസ്റ്റോണിയ സ്കോളാറിസ് is a tree typical of the parked zones.
This Tinai represents a temporary situation due to the seasonal changes leading the Kurinji and Mullai tracts to drought. Thus only for ecotypes existed as permanent features. Armed clans like Maravar and Einar plundered people passing through this area, making the services of armed personnel necessary for protection. Plunder and protection were means of subsistence in Palai. Several hero stones in this area indicate its danger-prone character. പാല അസ്റ്റോണിയ സ്കോളറിസ് എന്ന് പറഞ്ഞാൽ വരണ്യ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്. ഇതിൽ നിന്നാണ് പാല എന്ന് പേര് വന്നത്. കുറിഞ്ചി മുല്ലൈ പ്രദേശങ്ങളെ വരൾച്ചയിലേക്ക് നയിക്കുന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ മൂലമുള്ള താൽക്കാലിക സാഹചര്യത്തിലാണ് ഇത്തരമൊരു തിണ രൂപപ്പെടുന്നത്. അങ്ങനെ സ്ഥിരമായ സവിശേഷതകളായി 4 ഇക്കോ ടൈപ്പുകൾ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇക്കോ ടൈപ്പ് വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ അത് പാലയായി മാറുകയാണ് ചെയ്യുന്നത്. മറവര്, ഐനാറ് തുടങ്ങിയ സായുധ വംശജർ ഈ പ്രദേശത്ത് താമസിക്കുകയും അവർ ആ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ കൊള്ളയടിക്കുകയും അതിലൂടെ അവരുടെ ഉപജീവന മാർഗം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രദേശത്തെ നിരവധി ഹീറോ കല്ലുകൾ അതിൻ്റെ അപകട സാധ്യതയുടെ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. മുല്ലയിനെ കുറിച്ച് നോക്കാം. It depicts the forests and pastoral regions of early Tamilagam, symbolizing patience, tranquility, and routine of agrarian life, characterized by lush forests, pasture lands, and serene natural beauty. Mulla is associated with the steady and enduring aspects of life. In Mulla poetry, the landscape is often tied to themes of waiting and longing, particularly focusing on the separation of lovers, where the heroine potentially awaits the return of her lover or husband who is away on a journey. The flora of Mullai includes jasmine and other wild flowers, and its fauna consists of domesticated animals like cows, emphasizing the pastoral and nurturing aspects of this region. Human activities in this Tinai revolve around herding, farming, and the peaceful coexistence with nature. This Tinai reflects a harmonious relationship between humans and their environment, highlighting the values of patience, stability, and quiet rhythms of rural life. Mullai Tinai thus offers a rich portrayal of the cultural and emotional landscapes of early Tamil society, providing insights into the everyday lives and inner worlds of its people. ക്ഷമയുടെയും സ്വസ്ഥതയുടെയും കാർഷിക ജീവിതത്തിൻ്റെ ദിനചര്യയുടെയും പ്രതീകമായിട്ട് തമിഴകത്തിൻ്റെ ആദ്യകാല വനപ്രദേശങ്ങളും ഇടയ പ്രദേശങ്ങളും അടങ്ങിയതാണ് ഇത് മുല്ലൈ എന്നുള്ളത്. സമൃദ്ധമായ കാടുകൾ, മേച്ചിൽപ്പുറങ്ങൾ, ശാന്തമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം എന്നിവയാൽ സവിശേഷമായ മുല്ലയിലെ ജീവിതത്തിൻ്റെ സുസ്ഥിരവും നിലനിൽക്കുന്നതുമായ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുല്ലൈ കവിതകൾ. പ്രകൃതി പലപ്പോഴും കാത്തിരിപ്പിൻ്റെയും വാഞ്ചയുടെയും പ്രമേയങ്ങളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മുല്ലയിലെ പ്രകൃതി കാത്തിരിപ്പിൻ്റെയും വാഞ്ചയുടെയും അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെയും പ്രമേയങ്ങളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാമുകന്മാരുടെ വേർപിരിയലിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവിടെ നായിക ക്ഷമയോടെ കാമുകൻ്റെയോ ഭർത്താവിൻ്റെയോ മടങ്ങിവരവരായി കാത്തിരിക്കുന്നു. മുല്ലയിലെ സസ്യജാലങ്ങളിൽ മുല്ലപ്പൂകളും മറ്റ് കാട്ടുപൂക്കളും ഉൾക്കൊള്ളുന്നുണ്ട്. കൂടാതെ പശുക്കളെ പോലുള്ള വളർത്തുമൃഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ ഇടവും പോഷണവും ഈ പ്രദേശത്തിൽ ഈ പ്രദേശത്ത് ഇടയജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു. ഈ തിണയിലെ മനുഷ്യപ്രവർത്തനങ്ങൾ, പശു വളർത്തൽ, കൃഷി, പ്രകൃതിയുമായുള്ള സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള യോജിപ്പിൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ക്ഷമ, അലസത, ഗ്രാമീണ ജീവിതത്തിൻ്റെ ശാന്തമായ താളം എന്നിവയുടെ മൂല്യങ്ങളെ
ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആദ്യകാല തമിഴ് സമൂഹത്തിൻ്റെ സാംസ്കാരികവും വൈകാരികവും വ്യത്യസ്തപരമായ ചിത്രീകരണങ്ങളാണ് ഈ മുല്ലൈ തിണയിൽ വിവരിക്കുന്നത്. Jasmine is considered the typical flower of this zone, but Rajan Gurukal and Raghava Varyar identify Mullamaram as symbolic of Thinai. Mullai is characterized by foothills, its open terraces and grazing lands. Slashes and burn cultivation was common, along with the repeated tilling, sowing and reaping in the same plots. Varakku was the most extensively cultivated cereal. Early Tamil poems suggested that the use of fluff was common. മുല്ലപ്പൂ ഈ മേഖലയിലെ സാധാരണ പുഷ്പമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ രാജൻ ഗുരുക്കളും രാഘവ വാര്യരും തിണയുടെ പ്രതീകമായി ഇതിനെ തിരിച്ചറിയുന്നുണ്ട്. മുല്ല മട്ടുപ്പാവുകളും മേച്ചിൽ നിലങ്ങളും ഒരേ പറമ്പിൽ ആവർത്തിച്ച് കൃഷി ഇറക്കുകയും വിതയ്ക്കുകയും കൊയ്യുന്നതുമെല്ലാം അവിടെ സാധാരണമായിരുന്നു. അപ്പോൾ ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ധാന്യമായിരുന്നു വരക്ക്. കലപ്പയുടെ ഉപയോഗം സാധാരണമായിരുന്നു. ആദ്യകാല തമിഴ് കവിതകൾ കലപ്പയുടെ ഉപയോഗം സാധാരണമായതെന്ന് ആദ്യകാല തമിഴ് കവിതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മരുതത്തെക്കുറിച്ച് നോക്കാം. It represents the fertile and agriculturally rich plains of early Tamilagam, symbolizing prosperity, domesticity and everyday life of settled communities. This landscape is characterized by its lush paddy fields, abundant water sources and well-irrigated farmlands. Marudam poetry often focuses on themes of love, conjugal harmony and dynamics of the family and village life. The flora includes crops like rice and sugarcane, while the fauna comprises domestic animal integral to farming such as oxen and cattle. Human activities in Marudam Thinai revolve around agriculture, trade and the various aspects of rural life, reflecting a society deeply connected to the cycles of cultivation and harvest. The poems set in this landscape illustrate the routines and relationship within settled communities, portraying both the joys and conflicts inherent in marital and family's bonds. This Thinai provides a vivid depiction of economic and social fabric of early Tamil society, emphasizing the values of productivity, stability and interdependence between humans and their cultivated environment. ഫലഭൂഷ്ടവും കൃഷിക്കുപയുക്തവുമായിട്ടുള്ള സമതലങ്ങളെ അടങ്ങിയതാണ് മരുതം എന്ന് പറഞ്ഞാൽ. ജനവാസമുള്ള സമ്പന്നമായ പ്രദേശമാണിത്. ഇവിടെ ധാരാളം നെൽവയലുകൾ കാണപ്പെടുന്നുണ്ട്. ജലസേചന സൗകര്യങ്ങളോട് കൂടിയ കൃഷിപ്രദേശം ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. മരുതം പോയട്രിയിൽ പരാമർശിക്കുന്നത് പ്രണയത്തിൻ്റെ തീമും പരസ്പര സൗഹൃദത്തിൻ്റെ തീമുമാണ്. മാത്രമല്ല കുടുംബങ്ങളും വില്ലേജ് ലൈഫും, അതായത് ഗ്രാമീണ ജീവിതവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ക്രോപ്സ് എന്ന് പറഞ്ഞാൽ റൈസ് ആൻഡ് ഷുഗർ കെയിൻ, അരിയും കരിമ്പുമാണ്. ജന്തുജാലങ്ങളിലെ കാളകൾ പോലുള്ള വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. മരുതനിരയിലെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. ഇത് കൃഷിയുടെയും വിളവെടുപ്പിൻ്റെയും ചക്രങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. മനുഷ്യർ തമ്മിലുള്ള ഉൽപ്പാദനക്ഷമത, സ്ഥിരത, പരസ്പരാശ്രയത്വം എന്നിവയുടെ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ആദ്യകാല തമിഴ് സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഘടനയുടെ വ്യക്തമായിട്ടുള്ള ചിത്രീകരണം നൽകുന്ന തിണയാണിത്. മരുതൻ refers to a tree in wetlands, often called the mystic tree. This zone is characterized by wet rice ecosystem along Aluvai river banks. Ulavar
Vinayhar, Toluvar and other agricultural people were the main settlers. Rice and sugarcane were staple crops. Artisans and craftsmen like Tanjachar, Tachar and Kollar were essential. Early Tamil literature mentions their activities. A surplus in Marudam was sufficient to sustain various socially necessary functionaries such as preceptors, bards, dancers, magicians, physicians and astrologers. മരുതം എന്നത് തണ്ണീർത്തടങ്ങളിലെ ഒരു മരത്തെ സൂചിപ്പിക്കുന്നു. ഇതിനെ പലപ്പോഴും മിസിൽ ട്രീ അഥവാ നീർമരുത് എന്ന് വിളിക്കുന്നു. നദീതീരത്തുള്ള നനഞ്ഞ നെല്ല് ആവാസ വ്യവസ്ഥയാണ് ഈ മേഖലയുടെ സവിശേഷത. ഉഴവര്, വിനയര്, തൊഴുവര് തുടങ്ങിയവർ ഇവിടെ താമസിക്കുന്നു. അരിയും കരിമ്പും ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളയാണ്. തച്ചാർ അഥവാ കരകൗശല വിദഗ്ധർ പോലെയുള്ള കരകൗശല വിദഗ്ധരും ഇവിടുത്തെ അന്തേവാസികളാണ്. ആദ്യകാല തമിഴ് സാഹിത്യം അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മരുതത്തിലെ ബാക്കി വരുന്ന ഭാഗം ആചാര്യന്മാർ, ബാഡുകൾ, നർത്തകർ, മന്ത്രവാദികൾ, വൈദ്യന്മാർ, ജ്യോതിഷികൾ തുടങ്ങിയ സാമൂഹികമായ ആവശ്യങ്ങൾക്കായിട്ട് പകുത്തെടുക്കുകയാണ് ചെയ്യുക. ഇനി നെയ്തലിനെ കുറിച്ച് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ലിറ്റോറൽ റീജിയൻസ് ഓഫ് early Tamilagam, symbolizing themes of longing, separation and the unpredictable nature of life by the sea. This landscape is characterized by sandy beaches, estuaries and a vast ocean. Neithal poetry often centers on the emotional turmoil of lovers separated by long distances and uncertain returns of seafaring traders and fishermen. The flora and fauna of Neithal include salt-tolerant plants, sea creatures and marine life, highlighting the region's connection to the sea. Human activities in Neithal Thinnai revolves around fishing, salt making and maritime trade, underscoring the dependency of coastal communities on the ocean for their livelihood. The poems vividly describe the ebb and flow of tiders and sailors' lives, capturing the essence of longing and melancholic beauty of seascape. This Thinnai provides a poignant portrayal of cultural and emotional landscape of early Tamil coastal societies, reflecting the intertwined relationship between water bodies and the lives of those who inhabited its shores. ഇത് നെയ്തൽ എന്ന് പറഞ്ഞാൽ ആദ്യകാല തമിഴകത്തിൻ്റെ തീരപ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ രൂപമാണ്. ആഗ്രഹം, വേർപിരിയൽ, കടൽ തീരത്തുള്ള ജീവിതത്തിൻ്റെ പ്രവചനാതീതമായ സ്വഭാവം എന്നിവയുടെ തീമുകളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. മണൽ നിറഞ്ഞ ബീച്ചുകൾ, അഴിമുഖങ്ങൾ, വിശാലമായ സമുദ്രം എന്നിവയാണ് ഈ ഭൂപ്രകൃതിയുടെ സവിശേഷത. നെയ്തൽ കവിത പലപ്പോഴും ദീർഘദൂരങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞ കാമുകന്മാരുടെ വൈകാരിക പ്രക്ഷുബ്ധതയെയും കടൽ യാത്രയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും അനിശ്ചിതതയും കാണിക്കുന്നുണ്ട്. നെയ്തലിലെ സസ്യജന്തുജാലങ്ങളിൽ ഉപ്പ്, കടൽ ജീവികൾ, സമുദ്രജീവികൾ എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് കടലുമായുള്ള പ്രദേശത്തിൻ്റെ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. നെയ്തൽ തിണയിലെ മനുഷ്യപ്രവർത്തനങ്ങൾ, മത്സ്യബന്ധനം, ഉപ്പ് നിർമ്മാണം, കടൽ വ്യാപാരം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. തീരദേശ സമൂഹങ്ങളുടെ ഉപജീവനത്തിനായി സമുദ്രത്തെ ആശ്രയിക്കുന്നതിലേക്ക് ഇത് അടിവരയിടുന്നുണ്ട്. വേലിയേറ്റങ്ങളുടെ ഒഴുക്കും നാവികരുടെ ജീവിതവും വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. കടൽ തീരത്തിൻ്റെ വിഷാദാത്മകമായ സൗന്ദര്യവും വിരഹത്തിൻ്റെ സത്തയും ഇതിൽ വിളിച്ചുന്നുണ്ട്. ആദ്യകാല തമിഴ് തീരദേശ സമൂഹങ്ങളുടെ സാംസ്കാരികവും വൈകാരികവുമായ ഭൂപ്രകൃതിയുടെ ഹൃദ്യമായ ചിത്രീകരണം ഇതിൽ നൽകുന്നുണ്ട്. ഇത് ജലാശയങ്ങളും അതിൻ്റെ തീരങ്ങളിൽ വസിക്കുന്നവരുടെ ജീവിതവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. നെയ്തൽ Nymphaea stellata is a flowering plant specific to the littoral tracts, denoting landscape around natural water sources like the sea, lakes, rivers and backwaters. Parandavar,
The inhabitants of this Tinai engaged in fishing, pearl diving, and salt manufacturing. They had a monopoly on fishing and were called Timilan, boat owners, and Valayon, net owners. The drying of fish in the sun is also mentioned in the several poems. കടല്, തടാകങ്ങൾ, നദികൾ, കായലുകൾ തുടങ്ങിയ പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾക്ക് ചുറ്റുമുള്ള ഭൂപ്രകൃതിയാണ് നെയ്തൽ എന്ന് പറയുന്നത്. കടൽ തീരങ്ങളിൽ പ്രത്യേകമായി പൂക്കുന്ന ഒരു സസ്യമാണ് നെയ്തൽ അഥവാ നിറംഫിയ സെല്ലാറ്റ. ഈ തിണയിലെ നിവാസികളായ പരതവർ മത്സ്യബന്ധനം, മുത്ത് ശേഖരിക്കൽ, ഉപ്പ് നിർമ്മാണം എന്നിവയിൽ ഏർപ്പെട്ടവരാണ്. ബോട്ടിങ്ങിനും നെറ്റ് ഓണേഴ്സിനുമൊക്കെ അവർക്ക് കുത്തക ഉണ്ടായിരുന്നു. മീൻ വെയിലത്ത് ഉണക്കുന്നതും പല കവിതകളിലും അവർ പറയുന്നുണ്ട്. ഇനി തിണയും അതിൻ്റെ ഫീച്ചേഴ്സും ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്ത് വെച്ചതാണ്. ഇനി ഫോറിൻ ട്രേഡ് ആൻഡ് ഗ്രീക്കോ റോമൻ സോഴ്സസ്. The history of Kerala's foreign trade, particularly during the early centuries of Common Era, reveals a rich tapestry of interactions between the region and Greco-Roman world. Kerala's strategic location on southwestern coast of India made it a significant hub for maritime trade. This period saw a flourishing exchange of goods such as spices, precious stones, and textiles, which were highly valued in Roman Empire. The importance of forts like Musris and Thundis, alongside the evidence for Roman coins and poetry found in Kerala, underscores the region's critical role in ancient global trade networks. Greco-Roman literary sources, including works by Strabo, Pliny, Ptolemy, provide detailed accounts of these interactions, highlighting the extensive and organized nature of trade between Kerala and the Mediterranean world. Let us explore the historical and archaeological evidence of these trade connections and examine the impact of this exchange on the socio-economic fabric of early Kerala. ആദ്യ നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ പ്രദേശവും ഗ്രീക്കോ റോമൻ ലോകവും തമ്മിലുള്ള ഇടപെടലുകളുടെ സമ്പന്നമായിട്ടുള്ള ഒരു രേഖ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള കേരളത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം സമുദ്ര വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റി. ഈ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ വളരെ വിലമതിപ്പിക്കപ്പെട്ടിരുന്ന സുഗന്ധദ്രവ്യങ്ങൾ, റോമൻ സാമ്രാജ്യത്തിൽ വളരെയധികം വില കിട്ടിയിരുന്ന സുഗന്ധദ്രവ്യങ്ങൾ, വിലയേറിയ കല്ലുകൾ, തുണിത്തരങ്ങൾ, ഇവ റോമിലേക്ക് കയറ്റി പോവുകയും അതിനുള്ളൊരു പ്രധാന കേന്ദ്രമായിട്ട് മുസ്രീസും തീണ്ടീസും എന്നീ തുറമുഖങ്ങൾ മാറുകയും ചെയ്തു. റോമൻ നാണയങ്ങളിൽ നിന്നും മൺപാത്രങ്ങളിൽ നിന്നുമുള്ള തെളിവുകൾക്കൊപ്പം മുസ്രീസ്, തിണ്ടി തുടങ്ങിയ തുറമുഖങ്ങളുടെ റോമൻ നാണയങ്ങളിൽ നിന്നും മൺപാത്രങ്ങളിൽ നിന്നുള്ള തെളിവുകൾ അക്കാലത്ത് മുസ്രീസ്, തിണ്ടീസ് എന്നീ തുറമുഖങ്ങൾക്കുള്ള പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ കാണപ്പെടുന്ന പുരാതന ആഗോള വ്യാപാര ശൃംഖലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു കാണിക്കുന്നുണ്ട്. സ്ട്രാബോ, പ്ലിനി എന്നിവരുടെ ഗ്രീക്കോ റോമൻ സാഹിത്യ സ്രോതസ്സുകൾ കേരളവുമായുള്ള പ്രാചീനകാല ബന്ധത്തെക്കുറിച്ചും സാധന കൈമാറ്റ രീതികളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. കേരളവും മെഡിറ്ററേനിയൻ ലോകവും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ വിപുലവും സംഘടിതവുമായ സ്വഭാവം എടുത്തു കാണിക്കുന്ന കൃതികളാണ് ഇവയെല്ലാം. ഈ വ്യാപാര ബന്ധങ്ങളുടെ ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരവുമായ തെളിവുകൾ നമുക്ക് പരിവേഷണം ചെയ്യാം. ആദ്യകാല കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഈ കൈമാറ്റത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി Kerala in Indo-Roman trade. Kerala played a significant role in Indo-Roman trade around the turn of Common Era. Ports like Musris and Thundis and places like Kottanara are mentioned in Greco-Roman writings. Ships loaded with gold from Rome would come to Muchiri and return with pepper. Scholars believe the people of Tamilagam benefits greatly from this trade. The drain of gold from Rome to India was alarming to the Romans, are noted by Pliny. However, there is no clear evidence that Tamils
organized and controlled overseas trade, aromatics, pepper, ginger, cardamom, cloves and such spices, a variety of wild flora goods like teak and sandal, certain cotton fabrics, precious stones, gems and pearls were the export items from Tamilagam. The goods imported to Tamilagam were Roman coins, which were discovered in hoards at different parts of Tamilagam and fascinated historians. സിയുടെ ആരംഭത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഇൻഡോ റോമൻ വ്യാപാരത്തിൽ കേരളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മുസ്ലിം ഇൻഡീസ് തുടങ്ങിയ തുറമുഖങ്ങളെയും കൊട്ടനാര പോലുള്ള സ്ഥലങ്ങളും ഗ്രീക്കോ റോമൻ രചനകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. റോമിൽ നിന്ന് സ്വർണ്ണം നിറച്ച കപ്പലുകൾ മുശിരിയിലെത്തി കുരുമുളകുമായിട്ട് പടങ്ങും. ഈ കച്ചവടത്തിൽ നിന്ന് തമിഴകത്തെ ജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായതായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലിനി സൂചിപ്പിച്ചതുപോലെ റോമിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സ്വർണം ഒഴുകുന്നത് റോമക്കാരെ ഭയപ്പെടുത്താറുണ്ടായിരുന്നു. എന്നിരുന്നാലും തമിഴ് വിദേശ വ്യാപാരം സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും എങ്കിലും തമിഴ് വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നു എന്നതിന് തെളിവുകളില്ല. സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, ഇഞ്ചി, ഏലം, ഗ്രാമ്പു, അത്തരം സുഗന്ധ വ്യഞ്ജനങ്ങൾ, തേക്ക്, ചെരുപ്പ് തുടങ്ങിയ വിവിധതരം കാട്ടുസസ്യങ്ങൾ, ചില കോട്ടൺ തുണിത്തരങ്ങൾ, വിലയേറിയ കല്ലുകൾ, രത്നങ്ങൾ, മുത്തുകൾ എന്നിവയായിരുന്നു തമിഴകത്തു നിന്നുള്ള കയറ്റുമതി ഇനങ്ങൾ. തമിഴകത്തേക്ക് ഇറക്കുമതി ചെയ്ത ചരക്കുകൾ റോമൻ നാണയങ്ങളായിരുന്നു. അവ തമിഴകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചരിത്രകാരന്മാരെ ആകർഷിക്കുകയും ചെയ്തു. Early Tamil literature speaks of Yavanas or Greeks bringing goods by ship to South India. The maritime route from India to Persian Gulf was known from proto-historic times and became more important when traders used the southwest monsoon winds. Trade between India and Roman Empire flourished between 2nd century BC and 2nd century CE. The large number of Roman coins discovered in India comprise almost 170 finds from about 130 sites. Roman coins have been found in places like Kottayam, Iyal, Valluvali, Kizhalur, Edamarugu, Punhar, Niranam and Panangad. Most of the coins belong to regions of Emperor Augustus. ആദ്യകാല തമിഴ് സാഹിത്യം യവനന്മാർ ദക്ഷിണേന്ത്യയിലേക്ക് കപ്പൽ മാർഗം സാധനങ്ങൾ കൊണ്ടുവന്നതായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്കുള്ള കടൽ റൂട്ട് ചരിത്രാതീത കാലം മുതൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ വ്യാപാരികൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയും റോമും തമ്മിലുള്ള വ്യാപാരം BC 2ാം നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ ഉന്നതിയിലെത്തി. ഇന്ത്യയിൽ കണ്ടെത്തിയ റോമൻ നാണയങ്ങളിലെ 130 സ്ഥലങ്ങളിൽ നിന്നുള്ള 170ഓളം കണ്ടെത്തലുകളുണ്ട്. കോട്ടയം, ഇയാല്, വള്ളുവള്ളി, കിഴലൂര്, ഇടമറുക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാധന കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് അഗസ്റ്റസിൻ്റെ കാലത്താണെന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ നാണയങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എവിഡൻസ് ഓഫ് ആർക്കിയോളജി. Roman pottery found in India includes amphorae, jars and terra sigillata. Amphorae are jars with a large oval body, narrow cylindrical neck and 2 handles. Terra sigillata is red glassed pottery decorated by pressing into a mold. The distribution pattern of Roman artifacts in India suggests that the trade was initially concentrated on the western coast. Excavations at Bernik on the Egyptian coast yielded black pepper and beads from South India and Sri Lanka, reflecting east-west trade. Patna has relics of the Iron Age habitat, including black and red ware and ceramics from Western Asia. The presence of Greco-Roman ceramics like amphorae, jars and Patnan shows Mediterranean contacts. ഇന്ത്യയിൽ കാണപ്പെടുന്ന റോമൻ മൺപാത്രങ്ങളിൽ ആംഫോറെ ജാറുകളും ടെറാ സിഗിലറ്റുകളും ഉൾപ്പെടുന്നുണ്ട്.
വലിയ ഓവൽ ബോഡി, ഇടുങ്ങിയ സിലിണ്ടറിക്കൽ കഴുത്ത്, 2 ഹാൻഡിലുകൾ എന്നിവയുള്ള ജാറുകളാണ് ആംഫറകൾ. ടെറാ സിഗിലറ്റ ചുവന്ന ഗ്ലേസ് മൺപാത്രമാണ്. ഒരു അച്ചിൽ അമർത്തി അലങ്കരിച്ച രീതിയിലുള്ളതാണത്. അപ്പോൾ ഇന്ത്യയിലെ റോമൻ പുരാവസ്തുക്കളുടെ വിതരണ രീതി സൂചിപ്പിക്കുന്നത് അവിടെ വ്യാപാരം എത്രത്തോളം അളവിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. പടിഞ്ഞാറൻ തീരത്ത് കേന്ദ്രീകരിച്ചിരുന്നു എന്നതാണ്. ഇന്ത്യൻ റോമൻ പുരാവസ്തുക്കളുടെ വിതരണ രീതി സൂചിപ്പിക്കുന്നത് വ്യാപാരം പടിഞ്ഞാറൻ തീരത്ത് കേന്ദ്രീകരിച്ചിരുന്നു എന്നതാണ്. ഈജിപ്ഷ്യൻ തീരത്തെ ബറേനിക്കയിൽ നടത്തിയ ഉത്ഖനനത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കുരുമുളക്, മുത്തുകൾ എന്നിവ ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്ന രേഖകളുണ്ട്. ഇത് കിഴക്ക് പടിഞ്ഞാറൻ വ്യാപാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അപ്പോൾ പട്ടണത്തിൽ ഇരുമ്പ് യുഗത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നുണ്ട്. റോഡ് വെയർ, സെറാമിക് എന്നിവയെല്ലാം ഇതിന് തെളിവാണ്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള സെറാമിക് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പട്ടണങ്ങളിലെ ആംഫോറ ജാറുകൾ പോലുള്ള പട്ടണങ്ങളിലെ ആംഫോറ ജാറുകൾ പോലുള്ള ഗ്രീക്കോ റോമൻ സെറാമിക്കിൻ്റെ സാന്നിധ്യം മെഡിറ്ററേനിയൻ സമ്പർക്കത്തെക്കുറിച്ച് നമുക്ക് തെളിവ് നൽകുന്നുണ്ട്. ഇനി ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ട്രാൻസ്പോർട്ട്. Archaeological excavations in several Egyptian and Mediterranean sites have provided new evidence of Indian goods being transported through the Red Sea ports of Egypt, such as Bernik and Myos Hormuz. Ceramic goods are important archaeological sources for studying early exchange practices. Shards of black and red ware, northern black polished ware, Indian roulette ware, and coarse ware have been found at several ports in South Arabia. The presence of these pottery shades suggests that there were exchange relations between Arabia and Indian subcontinent during pre-Roman times. Additionally, pottery shards from the Persian and Red Sea coasts found from India indicate the existence of pre-Roman exchange relationship between West Asia and Indian subcontinent. ഈജിപ്ഷ്യൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ പുരാവസ്തു ഗവേഷണങ്ങളെ ഈജിപ്തിലെ ചെങ്കടൽ തുറമുഖങ്ങളായ ബറേനിക്ക, മയോസ്, ഹോർമോസ് എന്നിവയിലൂടെ ഇന്ത്യൻ ചരക്കുകൾ കടത്തുന്നതിൻ്റെ പുതിയ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല വിനിമയ രീതികൾ പഠിക്കുന്നതിനുള്ള പ്രധാന പുരാവസ്തു സ്രോതസ്സുകളാണ് സെറാമിക് പാത്രങ്ങളെന്ന് പറഞ്ഞാൽ, സെറാമിക് ഉപകരണങ്ങളെന്ന് പറഞ്ഞാൽ, സെറാമിക് സാധനങ്ങൾ. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ, ഇന്ത്യൻ റൗലറ്റ് വെയർ, കോഴ്സ് വെയർ എന്നിവയുടെ കഷ്ണങ്ങൾ ദക്ഷിണ അറബിയിലെ നിരവധി തുറമുഖങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണ അറേബ്യയിലെ നിരവധി തുറമുഖങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൺപാത്ര ശകലങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് അവിടെ അറേബ്യയും ഇന്ത്യയും തമ്മിൽ നിരന്തരം വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അക്കാലത്ത് അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ പേർഷ്യൻ ചെങ്കടൽ തീരങ്ങളിൽ നിന്നുള്ള മൺപാത്ര കഷ്ണങ്ങൾ പശ്ചിമേഷ്യയ്ക്കും ഇന്ത്യൻ ഭൂപടത്തിനും ഇടയിൽ റോമന് മുമ്പുള്ള വിനിമയ ബന്ധത്തിൻ്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി മുസ്രീസ് പാപ്പിറസ് ആണ്. Musri's papyrus. The Musri's papyrus, also known as the Vienna papyrus, was discovered in 1985. It's a part of maritime loan agreement dating back to the mid-2nd century CE, related to shipment of goods from Musris to Myos Hormuz. This document is significant under the Roman law as it provides evidence of formalized and expensive nature of overseas transaction at the time. It mentioned a ship called Hermopolen, which was involved in trade between Bernik and Musris during the mid-2nd century CE. The papyrus gives a detailed account of merchandise and their prices. It contains a wide variety of information regarding the Mediterranean overseas trade with the west coast of India, particularly Musris.
വിയന്ന പാപ്പറസ് എന്നറിയപ്പെടുന്ന മുസ്രീസ് പാപ്പറസ് 1985 കണ്ടെത്തിയത്. ഇത് സി 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലെ മുസ്രിസിൽ നിന്ന് മയോസ് ഹോർമോസിലേക്കുള്ള ചരക്ക് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഒരു സമുദ്ര വായ്പ കരാറിൻ്റെ ഭാഗമാണ്. അക്കാലത്തെ വിദേശ ഇടപാടുകളുടെ ഔപചാരികവും ചിലവേറിയതുമായുള്ള സ്വഭാവത്തിന് തെളിവ് നൽകുന്നതുകൊണ്ട് റോമൻ നിയമപ്രകാരം ഈ രേഖ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. സി 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബറേനിക്കിനും മുസ്രിസിനും ഇടയിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഹെർമപ്പോളൻ പാപ്പറസ് ചരക്കുകളുടെയും അവയുടെ വിലയുടെയും വിശദമായ വിവരണം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരവുമായുള്ള, പ്രത്യേകിച്ച് മുസ്രിസുമായുള്ള മെഡിറ്ററേനിയൻ വിദേശ വ്യാപാരത്തെക്കുറിച്ചുള്ള വൈവിധ്യമായ വിവരങ്ങൾ ഇതിൽ അടങ്ങുന്നുണ്ട്. Indo-Roman trade and local merchants. Indo-Roman trade is a debated topic with various scholarly perspectives. From Indian perspective, the lack of clear evidence is often balanced by overstatements and hasty generalization. Rajan Gurukul suggests that the role of local merchants in long-distance trade is unclear. He suggests that the extensive foreign trade of Tamilagam, as viewed by early scholars, has to be reconsidered. Early historians were fascinated by the discovery of pre-Mauryan punch-marked and Roman coins in different parts of region. They have viewed the coins in terms of money and exchange in terms of profit. Gurukul says that Indian mariners could not have crossed the Indian Ocean and they lacked the technology to build huge ships capable of withstanding the rough sea during the monsoon. Thus he says that the expression Indo-Roman trade is inappropriate. ഇന്തോ-റോമൻ വ്യാപാരം വിവിധ പണ്ഡിത വീക്ഷണമുള്ള ഒരു ചർച്ചാ വിഷയമാണ്. ഇന്ത്യൻ വീക്ഷണകോണിൽ വ്യക്തമായ തെളിവുകളുടെ അഭാവം പലപ്പോഴും അമിത പ്രസ്താവനകളും തുടക്കത്തിൻ്റെ സാമാന്യവൽക്കരണത്തിലും നിറഞ്ഞതാണ്. അപ്പോൾ ദീർഘദൂര വ്യാപാരത്തിലെ പ്രാദേശിക വ്യാപാരികളുടെ പങ്ക് അവ്യക്തമാണെന്ന് രാജൻ ഗുരുക്കൾ പറയുന്നുണ്ട്. ആദിമ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത് തമിഴകത്തിൻ്റെ വിപുലമായ വിദേശ വ്യാപാരം പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ടെന്ന് ആദ്യകാല പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ച തമിഴകത്തിൻ്റെ വിപുലമായ വിദേശ വ്യാപാരത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് ആരഭിപ്രായപ്പെടുന്നു? രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെടുന്നു. മൗര്യ രാജവംശത്തിനു മുമ്പ് പഞ്ച് അടയാളപ്പെടുത്തിയതും റോമൻ നാണയങ്ങളും വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയതിൻ്റെ തെളിവുകൾ കിട്ടുന്നുണ്ട്. അവർ നാണയങ്ങളെ പണത്തിൻ്റെയും വിനിമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീക്ഷിച്ചു. മൺസൂൺ കാലത്തെ കടൽക്ഷോഭത്തെ നേരിടാൻ ശേഷിയുള്ള കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ അഭാവം മൂലം ഇന്ത്യൻ നാവികർക്ക് ഇന്ത്യൻ മഹാസമുദ്രം കടക്കാൻ ഇന്ത്യൻ നാവികർക്ക് ഇന്ത്യൻ മഹാസമുദ്രം കടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ഗുരുക്കൾ പറയുന്നുണ്ട്. അതിനാൽ ഇൻഡോ-റോമൻ വ്യാപാരം എന്ന പ്രയോഗം അനുചിതമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിദേശ സ്വാധീനത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് നിലവിലുള്ളത്. Scholars have different views on impact of overseas trade on Tamil society. Clarence Maloney says that it led to significant social changes. According to Seneviran, overseas exchange relation of the period had a significant role in the urban process, class formation and emergence of the state. On the contrary, Gurukul argues that the impact of Greco-Roman exchange relation on the unevenly evolved societies of Indian subcontinent was marginal. Rajan Gurukul says that the whole historical imagination about Indo-Roman trade and Indian maritime civilization celebrated in Indian historiography is a misnomer. തമിഴ് സമൂഹത്തിൽ കച്ചവടം അതിലേക്ക് വിദേശ വ്യാപാരത്തെക്കുറിച്ച് വിവിധ പണ്ഡിതന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തമിഴ് സമൂഹത്തിലെ
അതിലേക്ക് നയിച്ചതായിട്ട് ക്ലാരൻസ് മെലോണി പറയുന്നുണ്ട്. കാര്യമായ സാമൂഹിക മാറ്റങ്ങൾ, തമിഴ് സമൂഹത്തിലെ സാമൂഹിക മാറ്റങ്ങൾ കച്ചവടത്തിലേക്ക് നയിച്ചതായിട്ട് ക്ലാരൻസ് മെലോണി പറയുന്നുണ്ട്. തമിഴിലെ വ്യാപാരം വളരെ പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്തിലെ വിദേശ വിനിമയ ബന്ധങ്ങൾക്ക് നഗരപ്രക്രിയയിലും വർഗരൂപീകരണത്തിലും സംസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലും ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ സമമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഗ്രീക്കോ റോമൻ വിനിമയ ബന്ധങ്ങളുടെ സ്വാധീനം നാമമാത്രമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. രാജ്യഗുരുക്കൾ വാദിക്കുന്നു. ഇൻഡോ റോമൻ വ്യാപാരത്തെക്കുറിച്ചും ഇന്ത്യയുടെ സമുദ്ര നാഗരികതയെക്കുറിച്ചും ഇന്ത്യൻ ചരിത്രരചനയിൽ ആഘോഷിക്കപ്പെടുന്ന മുഴുവൻ ചരിത്ര ഭാവനകളെയും തെറ്റായ പേരാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. Greco-Roman sources. Greco-Roman accounts highlight the region's significant trade links with the Mediterranean world. It provides practical knowledge about overseas routes to Indian coast and ports. Important sources include Strabo's Geography, Periplus of the Erythraean Sea by the anonymous author, Pliny's Natural History, and Ptolemy's Geography. These writings indicate that navigation between East Africa and Indian West Coast was common feature of the period. They are an ensemble of experts from various works with the statements of facts of their times. മെഡിറ്ററേനിയൻ ലോകവുമായുള്ള ഈ പ്രദേശത്തിൻ്റെ സുപ്രധാന വ്യാപാര ബന്ധങ്ങളെ ഗ്രീക്കോ റോമൻ അക്കൗണ്ടുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ തീരങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കുമുള്ള വിദേശ റൂട്ടുകളെക്കുറിച്ചുള്ള പ്രായോഗിക അറിവ് നൽകുന്നുണ്ട്. പ്രധാന സ്രോതസ്സുകളിൽ നിന്നും സ്ട്രാബോയുടെ ഭൂമിശാസ്ത്രം, അജ്ഞാതനായ ഒരു എഴുത്തുകാരൻ്റെ പെരിപ്ലസ് ഓഫ് എരിത്രേയൻ സീ, പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി, ടോളമിയുടെ ഭൂമിശാസ്ത്രം എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ കിഴക്കൻ ആഫ്രിക്കയ്ക്കും ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്തിനും ഇടയിലുള്ള സവിശേഷത ഈ കാലഘട്ടത്തിൻ്റെ ഇടയിലുള്ള നാവിഗേഷൻ എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. All of the Greco-Roman accounts are not equally reliable. They contain factual conflicts, exaggeration, mutual betrayal, and falsehood. Writers like Strabo, Pliny, the anonymous author of Periplus of an Arian, are more reliable due to their critical approach and rational judgment. Strabo was addressing the Greco-Roman mariners with the specific objectives of providing them to benefit of first-hand information about sea routes, countries, ports, merchandise, and diplomacy. But the immediate successors like Pliny, author of Periplus, or Ptolemy do not refer to his writings. എല്ലാ ഗ്രീക്കോ റോമൻ അക്കൗണ്ടുകളും ഒരുപോലെ വിശ്വസനീയമല്ല. അവയിലെ വസ്തുതാപരമായ വൈരുദ്ധ്യങ്ങളും അതിശയോക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സ്ട്രാബോ, പെരിപ്ലസിൻ്റെ അജ്ഞാതനായ രചയിതാവ് പ്ലിനി, അരിയൻ തുടങ്ങിയ എഴുത്തുകാർ അവരുടെ വിമർശനാത്മകമായ സമീപനവും യുക്തിസഹമായ വിധിന്യായവും കാരണം കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ അവർ തെളിവുകൾ നൽകുന്നുണ്ട്. കടൽ വഴികൾ, രാജ്യങ്ങൾ, തുറമുഖങ്ങൾ, ചരക്ക്, നയതന്ത്രം എന്നിവയെക്കുറിച്ചുള്ള നേരിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഗ്രീക്കോ റോമൻ നാവികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സ്ട്രാബോ ചെയ്തിരുന്നത്. എന്നാൽ പെരിപ്ലസിൻ്റെ രചയിതാവോ പ്ലിനിയോ ടോളമിയോ പോലുള്ള മറ്റു പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പരാമർശിക്കുന്നില്ല. Pliny's Natural History. Pliny is the next important authority of Greco-Roman exchange contacts. His encyclopedic Natural History is a 37-volume compilation of knowledge about nature and people. It provides invaluable facts, relatively accurate and up-to-date, about the ports, marts, and merchandise of India's southwestern and southeastern coasts in the age of Roman Empire.
Mussoorie was the most important center of maritime contact during the peak phase of Roman Empire. Pliny calls Mussoorie the first emporium of India, but Pliny is clinical about Mussoorie. He says Mussoorie posed several problems to merchant mariners. First, it was not a port of attraction due to the presence of pirates who plundered the ships approaching the port of Mussoorie. Second, the port was upstream, precluding access to ships. Due to these inconveniences, he expresses the advantage of ports like Becker and Nelkinda further south. Pliny documented the high demand for Tamil goods in Rome, lamenting the drain of Roman wealth due to this trade. ഗ്രീക്കോ റോമൻ എക്സ്ചേഞ്ച് കോൺട്രാക്റ്റുകളുടെ അടുത്ത പ്രധാനപ്പെട്ട സോഴ്സാണ് പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി. അദ്ദേഹത്തിൻ്റെ എൻസൈക്ലോപീഡിക് വർക്കായിട്ടുള്ള നാച്ചുറൽ ഹിസ്റ്ററിയിൽ പ്രകൃതിയെയും ആളുകളെയും കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 37 വാല്യങ്ങളിലൊരു സമാഹാരമാണിത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ തീരങ്ങളിലെ തുറമുഖങ്ങൾ, ചരക്ക് എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ഒരു കൃതിയാണിത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ സമുദ്ര സമ്പർക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു മുസ്രീസ് എന്ന് ഈ കൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്ലിനി ഇന്ത്യയെ മോറിയം എന്ന് വിളിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ എംപോറിയം എന്നാണ് പ്ലിനി മുസ്രീസിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മുസ്രീസിനെ കുറിച്ച് പ്ലിനിക്ക് വിദ്വേഷമുണ്ട്. കാരണം വ്യാപാരി നാവികർക്ക് മുസ്രീസ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് മുസ്രീസ് തുറമുഖത്തെ സമീപിക്കുന്ന കപ്പലുകളെ കൊള്ളയടിക്കുന്ന കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത് തുറമുഖത്തിൻ്റെ ആകർഷണീയത കുറയ്ക്കുന്നതാണ്. രണ്ടാമത്, കപ്പലുകളിലേക്കുള്ള പ്രവേശനം തടയുന്ന തുറമുഖം അപ്സ്ട്രീം ആയിരുന്നു. ഈ അസൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെക്കോട്ട് ബെക്കേർ, നെൽക്കിണ്ട തുടങ്ങിയ തുറമുഖങ്ങളുടെ ഗുണങ്ങളാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. തെക്കോട്ടുള്ള ബെക്കാറെ, നെൽക്കിണ്ട എന്നീ തുറമുഖങ്ങളെയാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. തമിഴ് സാധനങ്ങൾക്കുള്ള ഉയർന്ന ഡിമാൻഡിനെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ. ഇറ്റ്സ് എ seafarer manual of practical information packed into 66 short notes written by an unknown Greek mariner from Egypt. It's an account of overseas routes to and ports in the Gulf of Aden, the Persian Gulf and Indian Ocean. These ocean regions were then called Erythraean Sea. This work is written between 40 CE and 70 CE. It's an account based on first-hand knowledge about overseas route, landmarks, hazard, threats, ports, marts, merchandise, peoples and ruling powers in each region. The Periplus gives a list of goods exported to the Roman Empire from Indian ports on Indus Delta and Gujarat coast. Periplus mentions the discovery of monsoon winds by a sea captain named Hippalas. Periplus gives an account in detail about the sea route to the many ports on Indian west coast from the mouth of Indus to the port of Coromandel. Observations in Periplus and sharp and precise. Observation in Periplus are sharp and precise. It describes the features of landscape, fertility of the soil, pattern of land use, crops and other resources of the region. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നോക്കാം. ഈജിപ്തിൽ നിന്നുള്ള ഒരു അജ്ഞാത ഗ്രീക്ക് നാവികൻ എഴുതിയ 66 ഹ്രസ്വക്കുറിപ്പുകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. വിദേശ റൂട്ടുകളിലേക്കും തുറമുഖങ്ങളിലേക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സാണിത്.
സമുദ്രപ്രദേശങ്ങളെ പിന്നീട് എരിത്രിയൻ കടൽ എന്ന് വിളിക്കുന്നുണ്ട്. 40 CEക്കും 70 CEക്കും ഇടയിലാണ് ഒരു കൃതി എഴുതപ്പെടുമെന്ന് കരുതപ്പെടുന്നു. ഓരോ പ്രദേശത്തെയും 40 CEക്കും 70 CEക്കും ഇടയിലാണ് അത് എഴുതപ്പെടുമെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തെയും വിദേശ റൂട്ടുകൾ, ലാൻഡ്മാർക്കുകൾ, അപകടങ്ങൾ, ഭീഷണികൾ, തുറമുഖങ്ങൾ, മാർട്ടുകൾ, ചരക്കുകൾ, ജനങ്ങൾ, ഭരണാധികാരികൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഗുജറാത്ത് തീരത്തുമുള്ള ഇൻഡസിലും ഗുജറാത്ത് തീരത്തുമുള്ള തുറമുഖങ്ങളിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്ത വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് പെരിപ്ലസ് ഓഫ് എരിത്രിയൻസിൽ കാണിക്കുന്നുണ്ട്. പെരിപ്ലസിലെ നിരീക്ഷണങ്ങൾ കൃത്യമായവയാണ്. ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ, മണ്ണിൻ്റെ ഫലഭൂഷ്ഠത, ഭൂവിനിയോഗ രീതി, വിളകൾ, പ്രദേശത്തിൻ്റെ മറ്റ് വിഭവങ്ങൾ എല്ലാം തന്നെ ഇതിൽ വിവരിക്കുന്നുണ്ട്. It is with the location of Navara and Tindis that the description of Limrige, supposed to be Tamilagam, begins. Tindis is mentioned as a port under the Chera rulers. Musris on a river distant from Tindis is another port under the Cheras and thronged by ships with cargoes from Arabia and the Mediterranean. Nelkinda is mentioned as a port under the Pandya rulers. Greco-Romans sailed directly to these ports, lured by the huge quality of pepper and Malabatram. Greco-Romans traded goods like gold coins, tobas, thin clothing, antimony, coral, crude glass, copper, tin, lead and other valuable items. Periplus mentions that these ships had carried enough wheat for the use of the sailors, for it was not available in these ports. നൈറുടെയും ടിൻഡീസിൻ്റെയും ലൊക്കേഷനിൽ നിന്നാണ് തമിഴകം എന്ന് കരുതപ്പെടുന്ന ലിമിരിഗയുടെ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ചേര ഭരണാധികാരികളുടെ കീഴിലുള്ള തുറമുഖമായാണ് ടിൻഡീസ് അറിയപ്പെടുന്നത്. ടിൻഡീസിൽ നിന്ന് ദൂരെയുള്ള ഒരു നദീക്കരയിലുള്ള മുസ്രീസിനെ കുറിച്ച് പറയുന്നു. ചേരന്മാരുടെ കീഴിലുള്ള മറ്റൊരു തുറമുഖമാണ് ഈ മുസ്രീസ്. അറബിയിൽ നിന്നും മെഡിറ്ററേനിയനിൽ നിന്നുമുള്ള ചരക്കുകളുമായി കപ്പലുകളാൽ തിങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണിത്. പണ്ട് ഭരണാധികാരിയുടെ കീഴിലുള്ള തുറമുഖമായാണ് നെൽക്കിണ്ടയെ പരാമർശിക്കുന്നത്. വൻതോതിലുള്ള കുരുമുളക് ഉപയോഗിച്ച് ഗ്രീക്കോ റോമൻസ് വൻതോതിൽ കുരുമുളക് കയറ്റിക്കൊണ്ട് ഗ്രീക്കോ റോമൻസ് തുറമുഖങ്ങളിലേക്ക് നേരിട്ട് കപ്പൽ കയറിയിരുന്നു. ഗ്രീക്കോ റോമക്കാർ സ്വർണ്ണ നാണയങ്ങൾ, പുഷ്പങ്ങൾ, നേർത്ത വസ്ത്രങ്ങൾ, ആൻറ്റിമണി, പവിഴം, ക്രൂഡ് ഗ്ലാസ്, ചെമ്പ്, ടിന്ന്, ഈയം, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ തുടങ്ങിയവ ചരക്കുകൾ കച്ചവടം ചെയ്തു. അപ്പോൾ ഈ തുറമുഖങ്ങളിൽ ലഭ്യമല്ലാത്തതിനാൽ നാവികരുടെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്നതായിട്ട് പെരിപ്ലസ് പരാമർശിക്കുന്നുണ്ട്. ടോളമി, the 2nd century CE Greek geographer, mapped Tamilagam and detailed its cities and trade routes. Ptolemy's geography mentions Tindis, Brahmagara, Kalakaris and Musris as part of Limirige. Putinger table is another interesting source of information. It is generally regarded as a work of 300 CE, but only a medieval copy of it has survived. It provides us with a cartographic representation of how ancient Greco-Rome has conceived the trading world and major overland routes, ports, overseas settlements and other contact points. The region of India is marked as a terminal segment of the table. The location of the temple of Augustus and at Musris is widely cited. രണ്ടാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള ടോളമി തമിഴകം മാപ്പ് ചെയ്യുകയും അതിൻ്റെ നഗരങ്ങളും വ്യാപാര വഴികളും വിശദമായിട്ട് വിവരിക്കുകയും ചെയ്തു. ടോളമിയുടെ ഭൂമിശാസ്ത്രത്തിൽ തീണ്ടീസ്, ബ്രഹ്മഗര,
കലൈക്കാരീസ്, മുസ്രീസ് എന്നിവയെ ലിമിരിക എന്ന തുറമുഖമായിട്ട് പരാമർശിക്കുന്നുണ്ട്. പ്യൂട്ടിംഗർ ടേബിൾ മറ്റൊരു രസകരമായിട്ടുള്ള വിവര സ്രോതസ്സാണ്. CE 300 ഒരു കൃതിയാണ് ഇതെന്ന് കരുതപ്പെടുന്നുണ്ട്. CE 300 ഒരു കൃതിയാണ് കരുതപ്പെടുന്നു. എന്നാൽ അതിൻ്റെ ഒരു മധ്യകാല പതിപ്പ് മാത്രമാണ് നിലനിൽക്കുന്നുള്ളൂ. പുരാതന ഗ്രീക്കോ റോമക്കാർ അവരുടെ വ്യാപാര ലോകത്തെ എങ്ങനെ വിഭാവനം ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു കർട്ടോഗ്രാഫി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രധാന ഭൂഗർഭ റൂട്ടുകൾ, തുറമുഖങ്ങൾ, വിദേശ വാസസ്ഥലങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗ്രീക്കോ റോമൻകാർ അവരുടെ വ്യാപാര ലോകത്തെയും പ്രധാന ഓവർലാൻഡ് റൂട്ടുകളും തുറമുഖങ്ങളും വിദേശ വാസസ്ഥലങ്ങളും ഒക്കെ ഇതിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യയുടെ പ്രദേശം പ്രത്യേകമായിട്ട് സെഗ്മെൻറ്റുകളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുസ്രീസിലെ അഗസ്ത്യത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം ഇതിൽ പറയുന്നുണ്ട്. Excavation by Center for Heritage Studies, Hill Palace, Trippunithura. Excavations by the Center for Heritage Studies, Hill Palace, Trippunithura. The first scientific survey and trial excavation at Pattanam were conducted by Center for Heritage Studies in 2004. This excavation revealed the first archaeological evidence of Iron Age habitation and early historic urban settlements on Kerala's west coast. 2 trial trenches unearthed material remains from 4 cultural periods based on stratigraphy, the Iron Age, the early historic and early medieval and modern. 2004 സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് പട്ടണങ്ങളിലെ ആദ്യത്തെ ശാസ്ത്രീയ സർവേയും ട്രയൽ ഉത്ഖനനവും നടത്തി. ഈ ഉത്ഖനനം കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ ഇരുമ്പ് യുഗത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെയും ആദ്യകാല ചരിത്രപരമായ നഗരവാസസ്ഥലങ്ങളുടെയും ആദ്യത്തെ പുരാവസ്തു തെളിവുകൾ നമുക്ക് നൽകുന്നു. ഇരുമ്പ് യുഗം അഥവാ മെഗാലിത്തിക് യുഗം ആദിമകാലത്തെ അടിസ്ഥാനമാക്കിയുള്ള 4 സാംസ്കാരിക കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 4 താഴെ പറയുന്ന ഏതൊക്കെയാണ് 4 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ? അയൺ ഏജ്, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, കോഴ്സ് റെഡ് വെയർ, the iron objects dated to the last quarter of the first millennium BC, early historic Roman amphora, Indian roulette ware, semi-precious stone and glass beads, iron nail fragments, brick structures, triple grooved roof tiles and Chera copper coins. Notably, Tamil Brahmi letters dated to 2nd century CE were found on broken pottery pieces. Early medieval blue glazed pottery sherds from West Asia dated between 7th and 10th century CE. Modern silver putten coins from 19th century CE of the Cochin Principality and blue on white ceramic fragments from 15th century CE. കറുപ്പും ചുവപ്പും പാത്രങ്ങൾ, പരുക്കൻ ചുവപ്പ് പാത്രങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ ഇവയെല്ലാം BC 1-ാം സഹസ്രാബ്ദത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഉള്ളതായിട്ട്, അതായത് അയൺ ഏജിനെ കുറിച്ച് പറയുമ്പോൾ ഇരുമ്പ് യുഗത്തിൽ, അതായത് മെഗാലിത്തിക് യുഗത്തിൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, അതുപോലെ തന്നെ പരുക്കൻ ചുവപ്പ് പാത്രങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ ഇവയൊക്കെ BC 1-ാം നൂറ്റാണ്ടിലുള്ളതാണെന്ന് കരുതപ്പെടുന്നുണ്ട്.
ദെൻ ഏർലി ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ ആദ്യകാല ചരിത്ര കാലഘട്ടം. ആദ്യകാല ചരിത്ര കാലഘട്ടം എന്ന് പറഞ്ഞാൽ റോമൻ ആംഫോറ, ഇന്ത്യൻ റൗലറ്റഡ് വെയർ, അർദ്ധവിലി സെമി സ്പ്രീഷ്യസ് സ്റ്റോൺസ്, ഗ്ലാസ് മുത്തുകൾ, ഇരുമ്പ് ആണിശകലങ്ങൾ, ഇരുമ്പ് ഘടനകൾ, ഇഷ്ടിക ഘടനകൾ, ട്രിപ്പിൾ ഗ്രൂഡ് റൂഫ് ടൈലുകൾ ഇവയെല്ലാം തന്നെ ചേര കാലഘട്ടത്തിലുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. 2nd സെഞ്ച്വറി സിയിലുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇനി ഏർലി മിഡീവൽ എന്ന് പറയുമ്പോൾ പശ്ചിമേന്ത്യയിൽ നിന്നുള്ള നീല തിളക്കമുള്ള മൺപാത്രങ്ങൾ 7ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയിലുള്ളതാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇനി മോഡേൺ എന്ന് പറയുമ്പോൾ 19ാം നൂറ്റാണ്ടിലെ വെള്ളി പുത്തൻ നാണയങ്ങളും 15ാം നൂറ്റാണ്ടിലെ നീല വെളുത്ത സെറാമിക് ശകലങ്ങളും അടങ്ങിയതാണ്. The 2004 excavation demonstrated continuous habitation from the Iron Age with the intense occupation during the early historic period continuing through the early medieval and modern periods. This invited further research to confirm the location of ancient Musris. 2004 ഉത്ഖനനം ഇരുമ്പ് യുഗം മുതൽ തുടർച്ചയായ ആവാസ വ്യവസ്ഥകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ആദ്യകാല ചരിത്ര കാലഘട്ടത്തിൽ തീവ്രമായ അധിനിവേശം ഉണ്ടായിരുന്നുവെന്നും മധ്യകാല ആധുനിക കാലഘട്ടങ്ങളിലൂടെ അത് തുടർന്നു പോകുന്നുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് പുരാതന മൂസ്ലിസിൻ്റെ സ്ഥാനം സ്ഥിരീകരിക്കാൻ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ ഗവേഷണങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. എക്സ്കവേഷൻ ബൈ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, KCHRൻ്റെ എക്സ്കവേഷനെ കുറിച്ചാണ് പറയുന്നത്. From 2006 onwards, the Kerala Council for Historical Research carried out extensive excavation as part of Musli's Heritage Project under the directorship of PJ Cherian. KCHR multidisciplinary research included collaboration with various research institutes and archaeologists from India and abroad. Over 9 seasons of excavations and explorations, including underwater surveys from 2006 to 2015, KCHR sustained previous research with sufficient material finds. The result of these excavations have been published in preliminary reports available through KCHR, contributing to Pattanam's status as an international archaeological site. The Pattanam excavations have played a crucial role in understanding the region's historical significance and the ancient trade networks of Indian Ocean. 2006 മുതൽ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മുസ്ലിസ് റിസർച്ചിൻ്റെ എക്സ്കവേഷൻ അനുസരിച്ച് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി വിപുലമായിട്ടുള്ള ഉത്ഖനനങ്ങൾ നടത്തിയിട്ടുണ്ട്. PJ ചെറിയാൻ്റെ നേതൃത്വത്തിൽ KCHRൻ്റെ ബഹുമുഖ ഗവേഷണത്തിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുമായിട്ടും പുരാവസ്തു ഗവേഷകരുമായിട്ടും സഹകരിച്ച് പ്രവർത്തിച്ചു. 2006 മുതൽ 2015 വരെയുള്ള അണ്ടർ വാട്ടർ സർവേകൾ ഉൾപ്പെടെയുള്ള ഖനനങ്ങളുടെയും പര്യവേഷണങ്ങളുടെയും സീസണുകൾ KCHR മുൻ ഗവേഷണങ്ങളെ കാര്യമായ മെറ്റീരിയൽ കണ്ടെത്തലുകളോട് സാധൂകരിച്ചു. ഈ ഉത്ഖനനങ്ങളുടെ ഫലങ്ങൾ KCHR മുഖേന ലഭ്യമായ പ്രാഥമിക റിപ്പോർട്ടുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പട്ടണത്തെ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു സൈറ്റ് എന്ന നിലയിലേക്ക് ഉയർത്തുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പുരാവസ്തു വ്യാപാര ശൃംഖലകളും മനസ്സിലാക്കുന്നതിൽ പട്ടണം ഉത്ഖനനങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. These excavations unearthed solid evidence related to the following factors. അപ്പോൾ താഴെ കുറിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഈ എക്സ്കവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കോണ്ടാക്ട്സിനെ കുറിച്ച് എന്തെല്ലാം തെളിവുകളാണ് കിട്ടിയെന്ന് നോക്കാം. Excavations at Pattanam revealed extensive Mediterranean contacts through the discovery of approximately 400 amphora sherds, including a significant portion of a single jar found in 2006. These sherds, identified by expert Roberta Tomer, originated from various Mediterranean regions such as Greece, Italy, Spain, France, Jordan, Turkey and Egypt. Another significant find was Terra sigillata,
a fine Roman tableware from Italy and Gaul, dating from 1st century BC to 3rd century CE. Third shards of Terra Sigillata were unearthed at Pattanam, along with shards of pillared Roman bowls and carnelian intaglio depicting the Greek goddess Tyche or Roman goddess Fortuna. പട്ടണത്തെ ഖനനത്തിൽ 2017 കണ്ടെത്തിയ ഒരു പാത്രത്തിൻ്റെ ഗണ്യമായിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ അവശിഷ്ടം ഉൾപ്പെടെ ഏകദേശം 400ഓളം ആംഫോറ ഷേഡുകളുടെ കണ്ടെത്തലിലൂടെ വിപുലമായ മെഡിറ്ററേനിയൻ ബന്ധങ്ങൾ നടന്നിരുന്നുവെന്ന് സൂചന നൽകുന്നുണ്ട്. വിദഗ്ധനായ റോബർട്ട ടോംബർ തിരിച്ചറിഞ്ഞ ഈ ഷേഡുകൾ ഗ്രീസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ വിവിധ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്ന് വന്നതാണ്. ഫ്രാൻസ്, ജോർദാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ, പ്രദേശങ്ങളിൽ നിന്നുള്ള ടെറാ സിഗിലറ്റ പോലുള്ള കണ്ടെത്തലുകൾ ഇറ്റലിയിൽ നിന്നും ഗോളിൽ നിന്നുള്ള മികച്ച റോമൻ ടേബിൾ വെയറുകൾ ഇവയെല്ലാം തന്നെ BC 1-ാം നൂറ്റാണ്ട് മുതൽ CE 3-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശങ്ങളുമായിട്ട് കേരളത്തിന് ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. വെസ്റ്റ് ഏഷ്യൻ, സൗത്ത് അറേബ്യൻ ആൻഡ് മെസോപ്പൊട്ടോമിയൻ കോണ്ടാക്ട്സ്. Pattanam excavations uncovered turquoise glassed pottery and torpedo jars from West Asia, indicating connects with these regions. TGP dating from 3rd century BC to 8th century CE were used as tableware and small containers, while torpedo jars, waterproofs with a bitumen, served as transport containers for fish, sauce or oil. These findings highlights the site's role in long-distance trade. Additionally, Indian rouleted ware and rosette-coated painted ware found at Pattanam underscore its involvement in South Asian trade networks, linking Kerala with other parts of India and Sri Lanka. Semi-precious stones such as chalcedony, carnelian and amethyst, sourced from both local and northern regions of India, further attest to this extensive network. പട്ടണം ഖനനത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ടർക്കോയിസ് ഗ്ലേസ്ഡ് മൺപാത്രങ്ങളും ടോർപിഡോ ജാറുകളും കണ്ടെത്തി. ഇത് ഈ പ്രദേശങ്ങളുമായി ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. BC 3-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള TGP വാട്ടർ പ്രൂഫ് ടേബിൾവെയർ, ജൂബിലി ടേബിൾവെയർ ടോർപിഡോ ജാറുകൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളുമായുള്ള ബന്ധം BC ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ ദീർഘദൂര വ്യാപാരത്തിൻ്റെ തെളിവുകളാണ്. കൂടാതെ പട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയ ഇന്ത്യൻ റൗലറ്റഡ് വെയർ, റോസറ്റ് കോട്ടഡ് പെയിൻറ് വെയർ എന്നിവ ദക്ഷിണേന്ത്യൻ വ്യാപാര ശൃംഖലയിലെ അതിൻ്റെ പങ്കാളിത്തം കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് കേരളത്തെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായും ശ്രീലങ്കയുമായും ബന്ധിപ്പിക്കുന്നതാണ്. കാൽസഡോണി, കാർണീലിയൻ, അമേത്തിസ് തുടങ്ങിയ അമൂല്യമായ കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അർബൻ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് മാനുഫാക്ചറിങ്.
The archaeological evidence at Pattanam points to continuous settlements from the Iron Age through the medieval period. Discoveries include local pottery, brick structures, and roofing tiles indicating the existence of thriving urban settlement. Finds such as iron nails, a soakage pit, and ring wells from various excavation seasons further support this. Pattanam was also a significant manufacturing hub, as evidenced by remains of semi-precious stones, bead production, glass bead industry, gold working, and textile manufacturing indicated by spindle holes. The discovery of a kiln and pottery clusters signifies extensive pottery manufacturing activities. Additionally, the 2007 excavation unearthed a dugout cone and wharf structure, highlighting the importance of water transportation in Pattanam trade and daily life. പട്ടണത്തെ പുരാവസ്തു തെളിവുകൾ ഇരുമ്പ് യുഗം മുതൽ മധ്യകാലഘട്ടം വരെയുള്ള തുടർച്ചയായ കുടിയേറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കണ്ടെത്തലുകളിലെ പ്രാദേശിക മൺപാത്രങ്ങൾ, ഇഷ്ടിക ഘടനകൾ, മേൽക്കൂരയുടെ ടൈലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇത് വിദേശ വ്യാപാരത്തിൻ്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു. കണ്ടെത്തലുകളിലെ പ്രാദേശിക മൺപാത്രങ്ങൾ, ഇഷ്ടിക വിവിധ ഉൽഖനന സീസണുകളിൽ നിന്നുള്ള വിവിധ ഉൽഖനനങ്ങളിൽ നിന്നുള്ള ഇരുമ്പ് നുകങ്ങൾ, വളയ കിണറുകൾ ഇവയൊക്കെയുള്ള കണ്ടെത്തലുകൾ ഈ ഒരു ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നു. സ്പിൻഡിൽ ചുഴികൾ സൂചിപ്പിക്കുന്നത് സെമി സ്പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോണിൻ്റെ ഉൽപ്പാദനത്തെയും ഗ്ലാസ് ബീഡ് വ്യവസായത്തെയും സ്വർണ്ണ ജോലിയെയും അയൽ നിർമ്മാണത്തെയുമാണ്. ഒരു ചൂളയുടെയും മൺപാത്രക്കൂട്ടങ്ങളുടെയും സാന്നിധ്യം മൺപാത്ര നിർമ്മാണത്തിലുള്ള അവരുടെ പ്രാവീണ്യത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. കൂടാതെ 2007 ഖനനത്തിൽ പട്ടണത്തിൻ്റെ വ്യാപാരത്തിലും ദൈനംദിന ജീവിതത്തിലും ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. തോണി, വാഫിൻ്റെ ഘടന ഒക്കെ ഇതിന് തെളിവാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി PAMA എക്സ്കവേഷൻ അണ്ടർ PAMA നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.